ഏറ്റെടുക്കാൻ ആൾ വേണം. അങ്ങനെ ഒരു ടീമാകുമ്പോഴാണ് ദൈവം ഇതിനകത്ത് ഇടപെടാൻ തുടങ്ങുന്നത്. അതിന് ദൈവമായ കർത്താവ് ഈ രാത്രിയിലും ഇടയാക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഞാൻ രാവിലെ പറഞ്ഞല്ലോ, മറ്റെന്തിനേക്കാൾ ദൈവത്തിൻ്റെ വചനത്തെ വലുതായി വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ബാക്കി ഒന്നിനും ചെയ്യാൻ പറ്റാത്തത് വചനത്തിന് ചെയ്യാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ദൈവത്തിൻ്റെ വചനത്തെ ഉള്ളതുപോലെ ഏറ്റെടുത്താൽ ആ വചനം നിന്നു ഫലിക്കാനിടയാകും. അപ്പോൾ നമ്മുടെ ഹൃദയത്തിൽ കയറിയാൽ വിത്താണത്, കിടന്ന് മുളയ്ക്കാതിരിക്കില്ല. യേശു വചനത്തെക്കുറിച്ച് പറഞ്ഞത് വിത്താണ്. അത് നല്ല നിലത്ത് വീണാൽ കെട്ടുപോകത്തില്ല, അതൊരു 100 മേനിയിലേ നിൽക്കത്തുള്ളൂ. സ്തോത്രം, ഹല്ലേലൂയ. വിവിധ കൃപാവരങ്ങളെക്കുറിച്ച് ലേഖനങ്ങളിൽ അപ്പോസ്തലന്മാർ എഴുതിയിട്ടുണ്ട്, പക്ഷെ അതൊന്നും വിത്താന്ന് എഴുതിയിട്ടില്ല. വിത്ത് വീണിടത്ത് കിടന്ന് മുളയ്ക്കുകയും അത് ഫലം തരികയും ചെയ്യുന്നത് ദൈവത്തിൻ്റെ വചനമാണ്. വചനത്തിന് നമ്മൾ ചെയ്യാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. വചനത്തിലൂടെ സംഭവിക്കുന്ന ഒത്തിരി കാര്യമുണ്ട്. ഒരു വാക്ക് മാത്രം ഞാൻ പറയാം, എന്നിട്ട് ആമുഖം നീട്ടാതെ രാവിലെ വായിച്ച വാക്യത്തിലൂടെ ദൈവിക സന്ദേശത്തിലേക്ക് കിടക്കുകയും ചെയ്യാം. സ്തോത്രം. ഇങ്ങനൊരു വാക്യം ശൗമേലിൻ്റെ പുസ്തകത്തിലുണ്ട്, ദൈവവചനത്തിലൂടെ ദൈവം വെളിപ്പെടുമെന്ന്. അതെഴുതിയിരിക്കുന്നത് 1 ശൗമേൽ 3-ാം അധ്യായം 21-ാം വാക്യമായിരിക്കും. ഒന്ന് വായിച്ചു നോക്കാമോ? 1 ശൗമേൽ 3-ാം അധ്യായം 21-ാമത്തെ വാക്യം. 3:21 1 ശൗമേൽ എന്താ എഴുതിയിരിക്കുന്നത് നോക്കാമോ? ഇങ്ങനെ യഹോവ ശീലോവിൽ വെച്ച് ശമൂവേലിന് യഹോവയുടെ വചനത്താൽ വെളിപ്പെട്ട ശേഷം യഹോവ വീണ്ടും ശീലോവിൽ വെച്ച് പ്രത്യക്ഷനായി. ശമൂവേലിന് യഹോവ ആദ്യം വെളിപ്പെട്ടത് യഹോവയുടെ വചനത്താലാണെന്ന്. ദൈവത്തിന് വെളിപ്പെടാൻ പറ്റുന്നൊരു പ്ലാറ്റ്ഫോമാണ് വചനം. സ്തോത്രം. അത് ഞാൻ പറഞ്ഞതുപോലെ ഒരാളിവിടെ നിന്ന് കുറേ നേരം പ്രസംഗിക്കുകയും കുറച്ച് പേര് കേൾവിക്കാരായിരിക്കുകയും ചെയ്താൽ അത് ദൈവം വെളിപ്പെടുന്ന പ്ലാറ്റ്ഫോം ആകില്ല. ബുദ്ധി കൊണ്ട് പ്രസംഗിച്ചാൽ, അറിവ് കൊണ്ട് പ്രസംഗിച്ചാൽ ആ പ്രസംഗത്തിന്മേൽ ദൈവം വെളിപ്പെടുകയില്ല. ആത്മാവിൽ പ്രസംഗിക്കുന്നിടത്ത് ദൈവം വെളിപ്പെടും. അതല്ലേ വാക്യത്തിൻ്റെ അർത്ഥം? വചനത്താൽ വെളിപ്പെട്ടു എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ? പരിശുദ്ധാത്മാവ് അരുളി ചെയ്യുന്ന ദൈവത്തിൻ്റെ വചനം ആത്മശക്തിയോടെ പ്രഭാഷണം നടത്തുന്ന സ്ഥലത്ത് അവിടെ യഹോവയായ ദൈവം ആ ശുശ്രൂഷ മധ്യത്തിൽ വെളിപ്പെടാനിടയാകും. ഒരുപക്ഷെ കണ്ണുകൊണ്ട് കാണാൻ കഴിയത്തില്ല. വെളിപ്പെടുക എന്നുള്ള വാക്ക് കണ്ണിന് വിധേയപ്പെടുക എന്നൊക്കെയാണ് മലയാള ഡിക്ഷണറി പറയുന്നത്. പക്ഷേ ബൈബിളിൻ്റെ യഥാർത്ഥ ഭാഷ വെളിപ്പെടുക എന്ന വാക്ക്, മലയാളത്തിലെ ആ വാക്ക്, സ്തോത്രം, 2 വാക്കുകൾ ആ പദത്തോടുള്ള ബന്ധത്തിൽ വായിക്കുമ്പോൾ നിങ്ങൾക്ക് കൂടെ കാണാൻ പറ്റും വേദപുസ്തകത്തിൽ. 1 വെളിപ്പെടുക, 2 വെളിപ്പെടുത്തുക. വെളിപ്പെടുക എന്ന വാക്കാണെങ്കിൽ അതിൻ്റെ അർത്ഥം, അതിൻ്റെ യഥാർത്ഥ അർത്ഥം മറ കീറുക എന്ന്, മറ നീങ്ങുക. വെളിപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ മറ കീറുക എന്ന. സ്തോത്രം. അപ്പം മറ, പല വിഷയത്തിനും മറയുണ്ട്. ആ മറ കീറുന്നത് വചനത്തിലൂടെയാണ്. ദൈവമാണ് അതിൽ കാരണഭൂതനാകുന്നത്. ഇന്ന് രാത്രിയിലെ ശുശ്രൂഷയിൽ ചില മറ കീറിപ്പോണം. ഹല്ലേലൂയ. അതിനുവേണ്ടി ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. നീ പുറത്തു വരാതിരിക്കാൻ ചില മറയുണ്ട്. നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ പറ്റില്ല. ലോകവും പിശാചും മറ കെട്ടി ഇരുത്തുന്നവനാ. പക്ഷെ അതിനകത്ത് നിന്ന് പുറത്ത് കൊണ്ടുവരുമ്പോഴാണ്, സ്തോത്രം, നമ്മളിലൂടെ ദൈവം വെളിപ്പെടുന്നത്. പൗലോസ് അപ്പോസ്തലൻ തൻ്റെ സാക്ഷ്യം പറയുന്നിടത്ത് ഗലാത്യർക്ക് എഴുതിയപ്പോൾ ഇങ്ങനെ പറഞ്ഞു, സ്തോത്രം, തൻ്റെ പുത്രനെ എന്നിലൂടെ വെളിപ്പെടുത്താൻ ആഗ്രഹിച്ചപ്പോൾ. ഞാൻ ജഡരക്തങ്ങളുടെ ആലോചന ചോദിച്ചില്ല എന്നൊരു വാക്ക് പറയുന്നില്ലേ? അവിടെ കിടക്കുന്നതാണ്, തൻ്റെ പുത്രനെ എന്നിലൂടെ വെളിപ്പെടുത്താൻ ആഗ്രഹിച്ചു എന്ന് പറഞ്ഞാൽ, വെളിപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ മറ കീറുക. അപ്പം യേശു ക്രിസ്തു എന്നത് യഹൂദൻ്റെയും ജാതികളുടെയും മുമ്പിൽ ഒരു മറയായിരുന്നു. അവൻ ആരാന്നൊരു പിടിയും കിട്ടുന്നില്ല. അതല്ലേ മറ. ആ വാക്ക് നിങ്ങൾക്ക് പിടി കിട്ടിയോ? അതൊന്നും മനസ്സിലാവുന്നില്ല പാസ്റ്റർ. മറഞ്ഞു കിടക്കാന്ന് പറയുകയല്ല നമ്മളോട്. എന്തോരം പ്രാർത്ഥിച്ചു, എന്താണെന്നറിയില്ല. ഭൂതമാണോ രോഗമാണോ ഒന്നും അറിയാം. അതൊരു മറയാണ്. ഇത് വെളിപ്പെട്ടെങ്കിലേ പണി നടക്കുകയുള്ളൂ. സ്തോത്രം.
ആത്മീക യോഗത്തിനകത്ത് പരിശുദ്ധാത്മാവ് വചനത്തിലൂടെ മാറ നീക്കും. സ്തോത്രം. എത്രയോ യോഗങ്ങളിൽ നമ്മൾ കണ്ടിട്ടുണ്ട്, സംശയങ്ങൾ തീരും, ചില ശക്തികൾ ഒതുങ്ങും, ചില വിഷയങ്ങൾ. സ്തോത്രം. അല്ല, നമുക്ക് മറ്റൊരു രീതി ചിന്തിക്കാലോ. 2000 വർഷമായി ദൈവത്തിൻ്റെ സഭ ലോകത്തിൽ വളർന്നുകൊണ്ടിരിക്കുക. കഴിഞ്ഞ കുറേ നാളുകളായി സ്തോത്രം പ്രാദേശികമായി നമ്മുടെ നാട്ടിലൊക്കെ ഒരുപാട് സഭകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുക. എങ്ങനെയാണ് അന്യദൈവങ്ങളെ സേവിച്ചുകൊണ്ടിരുന്ന ഒരാൾ യേശുക്രിസ്തു ദൈവമാണെന്നും രക്ഷകനാണെന്നറിഞ്ഞ് ദൈവസഭയ്ക്കകത്തേക്ക് വന്നത്? അവർക്ക് വീട് വെച്ച് തരാം, കൊച്ചിനെ പഠിപ്പിക്കാൻ കാശ് തരാമെന്ന് പറഞ്ഞു അങ്ങനെ വിളിച്ചുകൊണ്ട് വന്നവരാണോ? ആണോ? നിങ്ങളാരെങ്കിലും അങ്ങനെ വന്നതാണ്? പാസ്റ്റർ പറഞ്ഞോ, ഞങ്ങളുടെ കൂടെ വരുവാണെങ്കിൽ കൊച്ചിനെ പഠിപ്പിക്കാൻ കാശ് തരാം, നിങ്ങളുടെ ഓലപ്പര മാറ്റി ഞങ്ങൾ സായിപ്പിനോട് പറഞ്ഞ് വീട് വെച്ച് തരാം എന്ന് പറഞ്ഞ് വന്നിരിക്കുന്ന ഇരിപ്പാണോ ഈ ഇരിപ്പ്? അല്ലല്ലോ. പിന്നെ എങ്ങനെയാണ് നമ്മൾ ഒറ്റ ദിവസം കൊണ്ട് ഇതെല്ലാം വിട്ട്? ബന്ധുക്കൾ, സ്വന്തക്കാർ, നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ അത്? നമുക്ക് ഏറ്റവും പ്രിയരായിരുന്ന പലരെയും വിടാൻ നമ്മൾ തീരുമാനമെടുത്തു. അവർ ചിലർ നമ്മളോട് പിണങ്ങി, എന്നിട്ടും നമ്മൾ പിന്മാറിയില്ല. അതിൻ്റെ കാരണം എന്താ? നമ്മുടെ മുമ്പിൽ ചില മറ കീറി. ആരും ഓഫർ ചെയ്തല്ല, സ്തോത്രം, ചില മറ കീറി, ദൈവത്തെക്കുറിച്ചുള്ള മറ കീറി കളഞ്ഞു. സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ഞാൻ പറയുന്ന വാക്ക് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ. ലോകത്തിൽ ഏറ്റവും അധികം തെറ്റിദ്ധരിക്കപ്പെട്ട ഒന്നാണ് ദൈവം. അതുപോലെ തന്നെ തെറ്റിദ്ധരിക്കപ്പെട്ടതാണ് സഭ. സ്തോത്രം. അതുകൊണ്ടാണ് ഇത്രയും ദൈവങ്ങളുണ്ടായത്. തെറ്റിദ്ധരിക്കപ്പെട്ടു. ഏതാ ദൈവം എന്ന് ആൾക്കാർക്ക് അറിയാതെ പോയി. അതാണ് തെറ്റിദ്ധാരണ. അതിൻ്റെ പുറകിൽ വിദഗ്ധമായി പണിയെടുത്തത് പിശാചാണ്. ബുദ്ധിമാന്മാരായിരിക്കുന്ന മനുഷ്യരുടെ മുമ്പിൽ സാത്താൻ മറകെട്ടി യഥാർത്ഥ ദൈവത്തെ മറച്ചു. അവനെ കാണാതിരിക്കാൻ മനുഷ്യനും ദൈവത്തിനും ഇടയിൽ ചില മറകൾ തൂക്കിയിട്ടു. ദൈവാലയത്തിനകത്ത് തിരശീല തൂക്കിയിട്ടിരിക്കുന്നത് പോലെ. എന്നിട്ട് സാത്താൻ അവതരിപ്പിച്ച പലരെയും ദൈവമായിട്ട് തെറ്റിദ്ധരിപ്പിച്ചു. മനുഷ്യൻ അത് വിശ്വസിച്ചു. അതാ ദൈവമെന്ന് കരുതി അതിനെ സ്വീകരിച്ചു. കുലദൈവങ്ങളും കുടുംബദൈവങ്ങളും പരമ്പരാഗത ചിന്താഗതിക്കകത്ത് അങ്ങനെ, ഞാനത് വിശദീകരിക്കുന്നില്ല, പല വിധത്തിൽ സ്വത്രം അവതരിപ്പിച്ചു. പാവം മനുഷ്യൻ അതാ ദൈവമെന്നോർത്തു. മറ്റേ യഥാർത്ഥത്തിൽ സത്യദൈവം മറച്ചു. സ്തോത്ര. ഹല്ലേലൂയ. മറഞ്ഞിരുന്നു. സുവിശേഷകൻ വീട്ടിൽ വന്ന് സത്യം പറയാൻ തുടങ്ങിയപ്പോൾ വെല്ലിപ്പച്ചന്റെ കാലം മുതൽ തൂക്കിയിട്ടിരുന്ന മറ വചനം കൊണ്ട് അഭിഷിക്തന്മാര് കീറാൻ തുടങ്ങി. അങ്ങനെ മറ കീറുന്ന ശുശ്രൂഷ വന്നപ്പോൾ ജനം പുറത്തു വരാൻ തുടങ്ങി. ഞാൻ ഇന്ന് രാത്രിയിലും വചന വെളിപ്പാടിനെ വിശ്വസിച്ചുകൊണ്ട് പറയുക, സ്തോത്ര ഹല്ലേലൂയ, മറ കീറുന്ന ശുശ്രൂഷ ഇവിടെ വെളിപ്പെടും. കർത്താവിൻ്റെ ദാസന് വേണ്ടി നിങ്ങൾ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചു. അദ്ദേഹത്തിൻ്റെ പ്രഭാഷണങ്ങളിലും ശുശ്രൂഷകളിലും കഥ പറഞ്ഞിട്ടിരിക്കുകയല്ല. സ്തോത്ര. ആളുകളുടെ മുമ്പിൽ മറ കീറുന്ന, അന്ധകാര ശക്തികൾ കെട്ടിവെച്ച മറകൾ കീറുന്ന, ഹല്ലേലൂയ, പ്ലാറ്റ്ഫോമിൽ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ മറ കീറി ജനത്തെ പുറത്തു കൊണ്ടുവരുന്ന ഒരു ശുശ്രൂഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചോ. ഹല്ലേലൂയ. ജീവനുള്ള ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇതെല്ലാം നമ്മളോട് പറയുമ്പോൾ നിങ്ങളതിനെ ഒരു സ്തോത്രം, എന്താ പറയുക, ആമുഖമായി കരുതരുത്. കുറിച്ച് വെച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കണം. വെറുതെ ഉള്ള ലൈബ്രറി എല്ലാം തപ്പി നടന്ന് വലിയ കടിച്ചാൽ പൊട്ടാത്ത വാക്കുകൾ സ്തോത്രം എല്ലാം കൂട്ടി വെച്ച് മനുഷ്യനെ മെനക്കെടുത്തി സ്തോത്രം വെറുതെ 1.5 മണിക്കൂർ പ്രസംഗിച്ചിട്ടിരിക്കാം. വലിയ അറിവുകാരനാന്ന് പറയാം, പക്ഷെ മറ കീറില്ല. നാൽക്കവലയിൽ നിന്ന് യേശുക്രിസ്തുവിനെ പ്രസംഗിച്ചാൽ ഈ കൃപയുള്ളവനാണെങ്കിൽ എത്രയോ പേര് കവലപ്രസംഗത്തിൽ രക്ഷപ്പെട്ടിരിക്കുന്നു. എല്ലാവർക്കും വലിയ സ്തോത്രം, എന്താ പറയുക, വലിയ സ്റ്റേജും മൈക്കും പാട്ടുകാരുമുള്ള യോഗത്തിൽ മാത്രം രക്ഷിക്കപ്പെട്ടവരാണോ സഭയ്ക്കകത്ത് വന്നത്? എൻ്റെ അപ്പൻ മദ്യപാനിയായിരുന്നു, എൻ്റെ അപ്പൻ ദുർമാർഗിയായിരുന്നു. ഒരു പുഴയുടെ തീരത്ത്, ഒരു ആറ്റ് തീരത്ത് സ്നാനം നടക്കുമ്പോൾ മൈക്ക് പോലുമില്ലാതെ വെള്ളത്തിലിറങ്ങി നിന്ന്, നെഞ്ചോളം വെള്ളത്തിലിറങ്ങി നിന്നൊരു ദൈവദാസൻ പ്രസംഗിച്ചു സ്നാനം എന്താന്ന്. ആ പ്രസംഗം മൈക്കില്ലാത്ത, പാട്ടുകാരില്ലാത്ത,
ചുറ്റും സ്തോത്രം പറയാൻ ആളുകളില്ലാത്ത, കരയിൽ കൂടി നിൽക്കുന്നവരെല്ലാം കമൻ്റ് പറഞ്ഞ് കളിയാക്കുന്നതിനിടയിലാണ് എൻ്റെ അപ്പൻ്റെ മുമ്പിൽ യേശു രക്ഷകനാന്നുള്ള മറ കീറിയത്. അതുവരെ രക്ഷപ്പെടാൻ വേണ്ടി പലതിൻ്റെ പുറകെ നടന്നു. പക്ഷേ വെള്ളത്തിൽ നിന്നൊരു ദൈവദാസൻ പ്രസംഗിക്കുമ്പോൾ ആറ്റുതീരത്തെ പ്രസംഗത്തിൽ മറ കീറി. ആ മറ കീറിയത് കൊണ്ടാണ് ഇന്നൊരു ദൈവദാസനായി എനിക്കിവിടെ വരാൻ പറ്റിയത്. ഞാൻ ആത്മാവിൽ പറയാം, നാട്ടിലെ കുറേ പേരുടെ മുമ്പിൽ പിശാച് സ്തോത്രം മറച്ചു വെച്ചിരിക്കുന്ന, തെറ്റിദ്ധരിപ്പിച്ചിരിക്കുന്ന മറ ദൈവം കീറണം. അതിന് ദൈവമായ കർത്താവ് നിങ്ങളിൽ ചിലരെ നിയോഗിക്കണം. അതിന് ദൈവത്തിൻ്റെ കരം ഇന്ന് രാത്രിക്കാലം ഇവിടെ ഇറങ്ങി വരണം. അതരത്തിന്മേൽ തീ വ്യാപരിക്കണം. സ്വർഗം അത് ചെയ്യണം. ഒരു നിമിഷം കൂടി നമുക്ക് പ്രാർത്ഥിച്ചിട്ട് കുറിവാക്യത്തിലേക്ക് വരാം. കണ്ണുകളടച്ചു, നമുക്ക് ഒരുമിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കാം. എല്ലാ കണ്ണും അടച്ചു ദൈവത്തോട് പ്രാർത്ഥിച്ചാട്ടെ. 10 മിനിറ്റ് പ്രബോധിപ്പിക്കാൻ സമയം തന്നില്ല എന്നൊന്നും പരാതിപ്പെടരുത്. ഇപ്പം ഇരുന്ന് കുത്തിയിരുന്ന് പ്രാർത്ഥിക്കും. ദൈവമേ, എന്നെ മറ കീറുന്ന ഒരു ശുശ്രൂഷയുമായി പുറത്തിറക്കാൻ പറ. നീ ഒരു വീട്ടിൽ പോയി 10 മിനിറ്റ് ദൈവത്തിൻ്റെ വചനം പറഞ്ഞാൽ അവർ നിന്നെ ആട്ടി പുറത്താക്കുക അല്ല, അവരുടെ കണ്ണ് തെളിയണം. അവർ പറയണം, എൻ്റെ പൊന്നു സഹോദരൻ, ഞങ്ങളോട് ഇതാരും ഇതുവരെ പറഞ്ഞിട്ടില്ല, ഞങ്ങൾ വിചാരിച്ചിരുന്ന മറ്റൊന്നാണ്, നിങ്ങളെക്കുറിച്ച് വേറൊരു ചിന്തയായിരുന്നു. അങ്ങനെ പറയാൻ തുടങ്ങണമെങ്കിൽ മറ കീറി ആള് പുറത്തു വരണമെന്ന്. യേശുവിൻ്റെ നാമത്തിൽ നിൻ്റെ വീട്ടിൽ ബാക്കി രക്ഷിക്കപ്പെടാനുള്ളവർ, സ്നാനപ്പെടാനുള്ളവർ, ബാക്കി കൃപയിൽ വരാനുള്ളവർ, അവരെ തെറ്റിദ്ധരിപ്പിച്ച് വിശ്വാസത്തിന്, അന്യഭാഷയ്ക്ക്, അഭിഷേകത്തിന്, സ്നാനത്തിന്, യേശു ക്രിസ്തുവിന്, സഭയ്ക്ക്, ദൈവദാസന്മാർക്കൊക്കെ എതിരെയായി മറകെട്ടിയിരിക്കുന്ന സകല മറകളും കർത്താവ് ഈ ഉപവാസത്തിൻ്റെ അടുത്ത ഒരാഴ്ച കൊണ്ട് കീറാൻ തുടങ്ങട്ടെ. ചിലരിവിടെ വന്ന് പറയട്ടെ, ഞങ്ങൾ വല്ലാതെ തെറ്റിദ്ധരിച്ചിരുന്നു, പക്ഷെ കർത്താവിൻ്റെ ആത്മാവ് ഞങ്ങളോട് ഇടപെട്ടു. ഞങ്ങളുടെ തെറ്റിദ്ധാരണ മാറി, ഞങ്ങളുടെ വിചാരങ്ങൾ മാറി. യേശുവിൻ്റെ നാമത്തിൽ കർത്താവിൻ്റെ രാത്രി അത് ചെയ്യും. സ്തോത്രം ചെയ്യും. എന്താണ് നമുക്കറിയില്ല. നിങ്ങളുടെ ചില ജീവിതത്തിൽ, കുടുംബത്തിൽ, നിങ്ങളുടെ തലമുറയിൽ എന്താ സംഭവിക്കുന്നതെന്നറിയില്ല. തന്ത്രശാലിയായ പിശാച് പലതും മറച്ചിട്ടിരിക്കുക. സ്തോത്രം. ചിലർ വന്ന് നിന്നോട് പറഞ്ഞു, ഇത് ബന്ധനമാണ്, 4-ാം വേദമാണ്, ഇത് പാരമ്പര്യമാണ്, ശാപമാണ്, ഇതൊക്കെ ഒരുപക്ഷെ മറയായിരിക്കുക. അതൊന്നും ആയിരിക്കുകയല്ല, സത്യം. ഇങ്ങനെ മറ കെട്ടുന്ന വിദഗ്ധന്മാർ, പിശാച് ഉപയോഗിക്കുന്നവർ നമ്മുടെ ഇടയിലും കാണും. പക്ഷെ നീ ആത്മാവിൽ പ്രാർത്ഥിക്കണം, മറ കെട്ടുന്ന ഒരുത്തനും എൻ്റെ വീടിൻ്റെ പടി ചവിട്ടരുത്. എന്നോട് അതും ഇതും പറയരുത്. ജോലിക്ക് വേണ്ടി പോയിരിക്കുന്ന കുഞ്ഞുങ്ങളെ പറഞ്ഞ് പേടിപ്പിക്കരുത്, തെറ്റിദ്ധരിപ്പിക്കരുത്. മറ കെട്ടുന്ന ഒരു ശുശ്രൂഷകനും സ്തോത്രം നമ്മുടെ ഇടയിൽ കയറി വരരുത്. ഊഹാപോഹങ്ങൾ കൊണ്ട്, തെറ്റിദ്ധാരണ കൊണ്ട്, വചനത്തിലില്ലാത്ത കാര്യം കൊണ്ട്, വേദപുസ്തകം പറയാത്ത വിഷയങ്ങൾ കൊണ്ട് വിശ്വാസ സമൂഹത്തിന് മുമ്പിൽ മറകെട്ടിപ്പോകുന്ന വെളിച്ച ദൂതന്മാരുണ്ട്. ഞാൻ കർത്താവിൻ്റെ അധികാരത്തിൽ നിന്ന് പറയുന്നു, നമ്മുടെ മുമ്പിൽ അവർ വരരുത്. യേശുവിൻ്റെ നാമത്തിൽ കർത്താവിൻ്റെ വാളാണ് ദൈവത്തിൻ്റെ വചനം. അതെത്ര കനമുള്ള മറയാണെങ്കിലും കീറിയിട്ടേ ഇരിക്കാവൂ. അതുപോലത്തെ ശുശ്രൂഷകൾ വെളിപ്പെടണം. അങ്ങനെ നടക്കാൻ തുടങ്ങിയാൽ ജില്ല വിട്ട ആള് വരാൻ തുടങ്ങും. ഞാൻ പകല് പറഞ്ഞതുപോലെ, നീ ഇരിക്കുന്നത് എവിടാണോ അവിടേക്ക് നിന്നെ തപ്പി ആള് വരാൻ തുടങ്ങും. സ്വർഗം അത് ചെയ്യുന്നൊരു ലെവലിലേക്ക് ദൈവം കൊണ്ടുവരുന്ന എല്ലാ ലക്ഷണങ്ങളും ഒരുങ്ങിക്കിടക്കുക. അതിനെ സ്തോത്രം അവഗണിക്കരുത്. ആത്മാവിൽ സ്വീകരിക്കണം. പ്രാർത്ഥിക്കാം. പരിശുദ്ധ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല ദിവസത്തിനായി ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നപ്പാ. കർത്താവിൻ്റെ സന്നിധാനത്തിൽ ഈ അനുഗ്രഹീത ദിവസം ദൈവമക്കളോട് കൂടെ ആയിരിക്കാൻ കർത്താവ് എനിക്ക് അവസരം തന്നു. പകല് അങ്ങയുടെ ഇഷ്ടമാണ് നടന്നത്. എൻ്റെ ദൈവം എന്നെക്കൊണ്ട് പ്രസംഗിപ്പിച്ചില്ല, കർത്താവാണ് ചെയ്തത്. എല്ലാ മഹത്വം അങ്ങേക്ക്. ഇവിടെ ചിലത് സംഭവിക്കാൻ പോവുക. എൻ്റെ കർത്താവ് അനുവദിച്ചാൽ അടുത്ത കൊല്ലം ഈ സമയമാകുമ്പോഴേക്കും ഇരിക്കാൻ സ്ഥലം പോരാതെ വരുവോളം മറകീറി ജനം വരണം. ഏതെങ്കിലും സഭ ചാടി വരുന്നവരല്ല, മറകീറി വരണപ്പാ. അത് ഈ നാട്ടിൽ നടക്കട്ടെ, അത് ഈ നാട്ടിൽ നടക്കട്ടെ. ഞങ്ങൾ കർത്താവിൻ്റെ ആത്മാവിൽ ചോദിക്കുന്നു. സ്തോത്രം, ഹല്ലേലൂയ. ഈ ദേശത്തെ ജനസംഖ്യയുടെ ഒരു നിശ്ചിത ശതമാനം രക്ഷിക്കപ്പെട്ട് സഭയ്ക്കകത്ത് വരട്ടെ. കർത്താവ് അത് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഇവിടെ ദൈവം ഇവിടെ ഉറപ്പിക്കണം. പരിശുദ്ധനെ, വചനത്തിലൂടെ അങ്ങ് വെളിപ്പെടണം. അങ്ങ് ഇവിടെ ഇറങ്ങിയെന്ന് ഇവിടെ ഇരിക്കുന്നവർക്കും പുറത്ത് നിൽക്കുന്നവർക്കും മനസ്സിലാകണം.
ഇസ്രായേലിൻ്റെ പാളയത്തിൽ പെട്ടകം വന്നപ്പോൾ ഫെലിസ്ത്യ പാളയത്തിനകത്തൊരു സംഭാഷണം ഉണ്ടായല്ലോ, അവരുടെ ദൈവം പാളയത്തിൽ വന്നിരിക്കുന്നു എന്ന്. അതുപോലെ നാട്ടുകാർ പറയണം. അടുത്ത ആഴ്ചകളിലൂടെ നടക്കാൻ പോകുന്ന യോഗത്തിൽ ഇറങ്ങി വരുന്ന ദൈവ സാന്നിധ്യത്തിൻ്റെ അലയടികൾ ദേശത്തുണ്ടാകുമ്പോൾ ജാതികൾ പറയണം, അവരുടെ ദൈവം ഇറങ്ങി വന്നു എന്ന്. വചനത്തിലൂടെ ദൈവം വെളിപ്പെടണമേ. കർത്താവ് അങ്ങനെ ചെയ്യാൻ പോകുന്നതിനായി സ്തോത്രം. മഹത്വവും മാനവും പുകഴ്ചയും എല്ലാം അങ്ങേക്ക് അർപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടതിന് നന്ദി. യേശുവിൻ നാമത്തിൽ തന്നെ ആ കരമുയർത്തി ഒന്നോടെ ദൈവത്തിന് സ്തോത്രം ചെയ്ത് എല്ലാവരും കൂടെ ശക്തമായിട്ട് സ്തോത്രം ചെയ്ത് എല്ലാവരും കൂടെ. കൊരിന്ത്യർ ലേഖനത്തിലെ ഒരു വാക്യമാണല്ലോ രാവിലെ വായിച്ചത്. 1 കൊരിന്ത്യർ 1-ാം അധ്യായം 20-ാം വാക്യമാണ്. ഒന്നോടെ വായിച്ചേരെ, നമുക്ക് വചനത്തിലേക്ക് കിടക്കാം. ഒന്നോടെ വായിച്ചേരെ, എന്താ എഴുതിയിരിക്കുന്നത്? 1 കൊരിന്ത്യർ 1-ാം അധ്യായം 20-ാം വാക്യം. 2 കൊരിന്ത്യർ 1-ാം അധ്യായം 20-ാം വാക്യം. 2 കൊരിന്ത്യർ 1-ാം അധ്യായം 20-ാം വാക്യം വായിച്ചു. ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ എത്രയുണ്ടെങ്കിലും അവനിൽ ഊവ് എന്നത്രേ. സ്തോത്രം. ഞാൻ രാവിലെ ആ വാക്യത്തെ ഒരു സംഭാഷണ രീതിയിലേക്ക് കൊണ്ടുവന്നിരുന്നു. ഇനി അത് ആവർത്തിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഇതൊരു എഴുത്തു ഭാഷയാണ്. എഴുത്തു ഭാഷയ്ക്കും സംസാര ഭാഷയ്ക്കും തമ്മിൽ ഒരല്പ വ്യത്യാസമുണ്ട്. ചിലപ്പോൾ ചില എഴുത്തുകൾ വായിച്ചാൽ നമുക്ക് പിടികിട്ടിയല്ല. സ്തോത്രം. അതിനെ സംഭാഷണ ഭാഷയിലേക്ക്, സാധാരണക്കാരുടെ ഭാഷയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത് വചനപ്രഭാഷകരുടെ ഒരു ഉത്തരവാദിത്വമാണ്. ഞാനിത് ഇങ്ങനെയൊക്കെ പറയാൻ കാരണം എൻ്റെ ഒരു എക്സ്പീരിയൻസും പിന്നെ ഇവിടെ ദൈവവചന പ്രഭാഷകർ വളർന്നു വരുന്നവരും ഉയർന്നു വരുന്നവരും ഉള്ളത് കൊണ്ട് പറയുകയാണ്. മനസ്സിലാകാത്ത കാര്യം കുറേയും കൂടി കട്ടിയാക്കിയിട്ട് ആർക്കും പിടികിട്ടാത്ത രീതിയിൽ അവസാനിപ്പിക്കുന്നതല്ല. എഴുതി വച്ചിരിക്കുന്ന പല കാര്യങ്ങളും വീട്ടിലിരുന്ന് വായിച്ചാൽ പിടികിട്ടിയാല. ശരിയല്ലേ? ഭാഷ അറിയാം, പക്ഷെ അതിവിടെ വന്നിട്ട് ആരെങ്കിലും പറഞ്ഞു, എൻ്റെ പൊന്നു വാസനെ ഞാനിത് ഒത്തിരി പ്രാവശ്യം വായിച്ചാൽ ഇതുവരെ ഇന്നാണ് ഇത് എന്നാന്ന് മനസ്സിലായത്, അങ്ങനെ പറഞ്ഞിട്ടില്ലേ? പറയാത്തത് എന്നാ ഇതൊന്നും ശ്രദ്ധിക്കാത്തതുകൊണ്ടാണ്. സ്തോത്രം. നല്ല ശ്രദ്ധിച്ചായിരിക്കുന്നതെങ്കിൽ ഇതെല്ലാം വിടി. എത്രയോ പേര് പറഞ്ഞു, എൻ്റെ പൊന്നു വാസ ഇത് നമുക്ക് എന്നാ ഇന്ന് നമ്മളും പ്രസംഗിക്കുന്നവർ അന്നേരം അറിയുന്നത് സംഭവം ഇതെന്നാണ്, ദൈവാത്മാവ് കയറ്റിക്കൊണ്ടുവരുന്നതാണ്. വായിച്ചിട്ട് പിടികിട്ടാത്തത് ആത്മാവിൽ പ്രസംഗിക്കും പിടികിട്ടും. അതിൻ്റെ കാരണം നമുക്ക് പറ്റുന്നൊരു ഭാഷയിലേക്ക് ദൈവം വചനത്തെ കൊണ്ടുവരും. അതാണ് ഞാൻ രാവിലെ പറഞ്ഞത്. ദൈവത്തിൻ്റെ കയ്യിലിരിക്കുന്ന നിന്നെക്കുറിച്ചുള്ള ആ ഫയലിനകത്ത്, അതൊരു സ്വതന്ത്ര ആലങ്കാരികമായി പറയാട്ടോ, അങ്ങനെ ഒരു ഫയലുണ്ടോ എന്നൊക്കെ ചോദിക്കരുത്. പിന്നെ അതിനകത്ത് നിന്നെക്കുറിച്ച് ദൈവം എന്തു പറഞ്ഞിരിക്കുന്നു അതെല്ലാം വാഗ്ദത്തങ്ങളാണ്. ഒരിക്കൽ പോലും ദൈവത്തിൻ്റെ ഭാഗത്ത് നിന്ന് ദൈവം അത് ക്യാൻസൽ ചെയ്യല. എത്രയോ അപ്പന്മാര് മക്കളുടെ പേരിൽ എഴുതി വെച്ച വിൽപത്രം പിന്നെ ക്യാൻസൽ ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ അപ്പന്മാരൊക്കെ നല്ലവരായിട്ടാണ് നിങ്ങളുടെ സ്തോത്രം പറയാത്തത്. കാരണം അങ്ങനെ സ്ഥിതി നിങ്ങൾക്ക് വന്നിട്ടില്ല. അന്ന് എത്രയോ പിള്ളേർ വന്ന് കരഞ്ഞിട്ടുണ്ട്, എൻ്റെ വാസറേ സ്തോത്രം എനിക്ക് എഴുതുന്നത്. പിന്നെ ഇപ്പം ഈ ഇടയ്ക്ക് ഞങ്ങളറിഞ്ഞു ചേട്ടൻ്റെ പേരിലേക്ക് അത് മാറ്റി എഴുതിയെന്ന്, ഞാൻ പോലും അറിഞ്ഞില്ല. പല അപ്പന്മാരും ആദ്യം പറഞ്ഞത് അവരുടെ ഇഷ്ടത്തിന് നിന്നില്ലെങ്കിൽ, അവരാഗ്രഹിച്ചതുപോലെ നടന്നില്ലെങ്കിൽ അവർ വേറെ ആളുടെ പേരിൽ എഴുതി കൊടുക്കും. ഈ അപ്പൻ ഗ്യാരണ്ടി പറയുന്നു, ഇല്ല, നീ പൊടിയാണെന്ന് എനിക്കറിയാം, നിന്റെ പ്രകൃതി എനിക്കറിയാം, ഞാൻ ഒരിക്കലും നിന്റെ പേരിൽ എഴുതി വച്ചിരിക്കുന്ന വിൽപത്രം മറ്റൊരാളുടെ പേരിൽ എഴുതിയേല. നിന്നെ കൊണ്ട് ചെയ്യിപ്പിക്കുമെന്ന് പറഞ്ഞ ശുശ്രൂഷ വേറെ ഒരാളെ കൊണ്ട് ഞാൻ ചെയ്യിപ്പിക്കില്ല. നിനക്ക് തരുമെന്ന് പറഞ്ഞ ഒരു കുടുംബത്തെ പോലും വേറൊരാൾക്ക് ഞാൻ കൊടുക്കുകയല്ല. അതാണ് ആ വാക്കിന്റെ അർത്ഥം. നിന്നോടുള്ള വാഗ്ദത്തം ഒരിക്കലും ഇല്ല എന്നല്ല, ഊവ എന്നാണ്. ആ ഊവ എന്നുള്ള വാക്കിനെ നമ്മൾ അതിൻ്റെ ഗൗരവത്തിലെടുക്കണം. ഹല്ലേലൂയ, ഗൗരവത്തിലെടുക്കണം. സ്തോത്രം. അപ്പൊ ദൈവത്തിൻ്റെ കയ്യിലിരിക്കുന്ന വാഗ്ദത്തങ്ങൾ എഴുതിയ പുസ്തകത്തിനകത്ത്, സ്തോത്രം, ഷാജി എമ്പോൾ എന്ന് പറഞ്ഞ മനുഷ്യൻ വിശ്വാസത്തിലേക്ക് വന്ന് ശുശ്രൂഷകനാകുന്നതിനേക്കാൾ മുമ്പ് കർത്താവ് എഴുതി വെച്ചു, നീ എവിടെ ചെല്ലണം, ആരുടെയൊക്കെ മുമ്പിൽ നീ പ്രസംഗിക്കണം, ഏതൊക്കെ വേദിയിൽ നിൽക്കണം, ആരെയൊക്കെ കൃപയിൽ കൊണ്ടുവരണം, എഴുതി വെച്ചു. സ്തോത്രം. നിന്റെ ഉദാസീനത കൊണ്ട് കാലങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കയറി ഇറങ്ങിയേക്കാം, പക്ഷെ ദൈവം ഒരിക്കലും ക്യാൻസൽ ചെയ്യില്ല.
അഭിമന്യു എന്ന് പറയുന്ന ഈ കർത്തൃദാസനെ ദൈവം ഏതൊക്കെ വിധത്തിൽ ഉപയോഗിക്കുമെന്ന് പെർഫോമൻസ് കണ്ടിട്ടല്ല ദൈവം തീരുമാനിക്കുന്നത്. നമ്മളെ പലരെയും പ്രസംഗത്തിന്, ഞാൻ ബഹുമാനത്തോടെ പറയുക, നമ്മളീ പലരെയും പ്രസംഗത്തിന് നമ്മുടെ സഹോദരങ്ങൾ സഭകൾ വിളിക്കുന്നത് എന്തുകൊണ്ടാണ്? നമ്മുടെ പെർഫോമൻസ് കണ്ടിട്ടാ. യൂട്യൂബിൽ പാസ്റ്റർ പ്രസംഗം കേൾക്കുമ്പോഴത്തേക്കും ഇങ്ങനെ ആരാന്ന് അന്വേഷിക്കും, നമ്പർ ഉണ്ടോ തപ്പും. കാരണം നമ്മുടെ പെർഫോമൻസ് ആണ് അവർക്ക് വിഷയം. പക്ഷെ എൻ്റെ ദൈവത്തിന് പെർഫോമൻസ് അല്ല. നീ ഒന്നുമല്ലാത്ത കാലത്ത് തെരഞ്ഞെടുപ്പിൻ പ്രകാരം ദൈവത്തിന്റെ ഒരു നിർണയം നിന്റെ മേൽ വന്നിരിക്കുന്നത് കൊണ്ട് സ്വർഗത്തിന് ഇത് മാറ്റാൻ പറ്റില്ലെന്ന്. സ്വർഗത്തിന് ഇനി അത് മാറ്റാൻ പറ്റില്ല. സ്തോത്രം. അപ്പൊ നിങ്ങൾക്കൊരു വിചാരം ഉണ്ടോ, അപ്പൊ എളുപ്പമായല്ലോ, നമ്മൾ ചുമ്മാ കുത്തിയിരുന്നാലും വാഗ്ദത്തങ്ങളൊക്കെ നടന്നോളൂലോ എന്നൊരു തോന്നൽ എനിക്ക് തോന്നുന്നു. ഞാൻ ഇങ്ങനെ പറയുന്നത് കൊണ്ട് നിങ്ങൾക്ക് ഉണ്ടാകുന്നുണ്ടെന്ന് നിങ്ങളുടെ മുഖത്തുനിന്ന് വായിച്ചെടുക്കാൻ പറ്റും. അപ്പം അതിന് മറുപടി പറയാതെ ഞാൻ പോയാൽ കർത്താവ് എന്നോട് ചോദിക്കും, അങ്ങനെയാണോടാ പറയാൻ പറഞ്ഞെന്ന് ചോദിക്കും. കാരണം നിങ്ങളിപ്പോൾ ഇത് കേട്ടിട്ട് ഞാൻ ആമയും പറഞ്ഞാൽ നിങ്ങൾ പറയും അപ്പോൾ പാസ്റ്ററെ സുഖമായി, കാരണം ദൈവത്തിൻ്റെ കമ്പ്യൂട്ടറിൽ നിന്ന് ഒരിക്കലും എന്നെക്കുറിച്ചുള്ള മാറ്റി, അപ്പം ഞാൻ സഭായത്തിന് വന്നില്ലെങ്കിലും കുഴപ്പമില്ല, നടക്കൂലോ എന്ന് തോന്നും. അങ്ങനെ പറയരുതല്ലോ, അതിനുള്ള നടപടികൾ കൂടി പറയണ്ടേ. അതിലേക്ക് വരികയാണ്. അത് വളരെ ശ്രദ്ധയോടെ കേട്ടോളണം. അതിലേക്ക് വരാൻ വേണ്ടി ഞാനൊരു വഴിവെട്ടി തെളിക്കുക. സ്തോത്രം. അത് ഞാൻ ഇങ്ങനെ പറയാം. പൗലോസ് ഈ കാര്യം കൊരിന്ത് ലേഖനത്തിൻ്റെ ആദ്യത്തെ അധ്യായത്തിനകത്ത് ഈ കാര്യം എങ്ങനെ കൊരിന്ത് സഭക്കാരോട് പറയാണ്, ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ എത്ര ഉണ്ടെങ്കിലും അതൊരിക്കലും ക്യാൻസൽ ആകില്ല എന്ന് ഇവരോട് പറയാനുണ്ടായ കാരണം, ഒരു പശ്ചാത്തലം, അത് ഞാൻ പറയാം. അത് പറഞ്ഞു വരുമ്പോഴാണ് ഈ വാക്യം പരിശുദ്ധാത്മാവ് ഒരു വലിയ ഡിമാൻഡായി സഭയ്ക്ക് കൊടുക്കുന്നത്. അത് അദ്ദേഹത്തിൻ്റെ ഒരു അനുഭവം. അത് അനുഭവം മനസ്സിലാക്കണമെങ്കിൽ 8-ാം വാക്യം മുതൽ നോക്കണം. 8-ാം വാക്യത്തിൽ എന്താ എഴുതിയിരിക്കുന്നത് നോക്കി. സഹോദരന്മാരെ, ഞങ്ങൾക്കുണ്ടായ കഷ്ടം നിങ്ങൾ അറിയാതിരിപ്പാൻ ഞങ്ങൾക്ക് മനസ്സില്ല. ജീവനോട് ഇരിക്കുമോ എന്ന് നിരാശ തോന്നുമാറ് ഞങ്ങൾ ശക്തിക്കുമീതെ അത്യന്തം ഭാരപ്പെട്ടു. അതെ, ഞങ്ങളിലല്ല മരിച്ചവരെ ഉയർപ്പിക്കുന്ന ദൈവത്തിൽ തന്നെ ആശ്രയിപ്പാൻ തക്കവണ്ണം ഞങ്ങൾ മരിക്കുമെന്ന് ഉള്ളിൽ നിർണയിക്കുകയും ഇത്ര ഭയങ്കര മരണത്തിൽ നിന്ന് ദൈവം ഞങ്ങളെ വിടുവിച്ചു, വിടുവിക്കുകയും ചെയ്യും. അവൻ മേലാലും ഞങ്ങളെ വിടുവിക്കും. മതി. സ്തോത്രം. അവർ വിഷയം നടന്നത് പറയുകയാണ്. എന്താ വിഷയം? അവിടെ കൊരിന്ത് സഭക്കാരോട് പറയുന്നു, പൗലോസിന് ഭയങ്കര അഫിക്ഷനുള്ള, അറ്റാച്ച്മെന്റ് ഉള്ള, ഭയങ്കര ഇൻഫ്ലുവൻസ് ഉള്ളൊരു സഭയാണ് കൊരിന്ത് സഭ. അത് സ്ഥാപിച്ച സഭയാണ്. കർത്താവ് പിടിച്ചു നിർത്തി സ്ഥാപിച്ചു. എനിക്ക് ഈ പട്ടണത്തിൽ അനേക ആളുകളുണ്ടെന്ന് പൗലോസിനോട് പറഞ്ഞ അപ്പോസ്തല പ്രവൃത്തി 18 വായിച്ചാൽ കാണാം. കൊരിന്ത്യ പട്ടണത്തിൽ നീ പോകരുത്, നീ ഇവിടെ തന്നെ നിൽക്ക്, എനിക്കിവിടെ ആളുകളുണ്ട്, നിന്നെ ഇവിടെ ഉപയോഗിക്കണമെന്നും പറഞ്ഞ് 1.5 കൊല്ലം പിടിച്ചു നിർത്തിയതാണ് അവിടെ. അങ്ങനെ ആ പട്ടണത്തിൽ പൗലോസ് മുഖാന്തരം ഉണ്ടായ സഭയാണ്. ഇച്ചിരി സ്വാധീനമുണ്ട്. 3 കൊല്ലം വന്ന് ചാർജ് എടുത്ത് മാറിപ്പോകുന്ന ഒരു ഉപദേശിക്കും ചങ്കിലെ സ്തോത്രം വെള്ളമാക്കി, ചോര നീരാക്കി, കണ്ണീരൊഴുക്കി, മുഴങ്കാലുമേലിരുന്ന് ആത്മാക്കളെ നേടി ഒരു സ്പിരിച്വൽ ഫാദറായി കൊണ്ടുവരുന്നൊരു ദൈവദാസനുള്ള ഇൻഫ്ലുവൻസ് രണ്ടാണ്. ശരിയാണോ? നിങ്ങൾ അനുഭവിക്കുന്നുണ്ടോ? സ്തോത്രം. അദ്ദേഹം ഒരു വാക്ക് പറഞ്ഞതാണ്. എല്ലാവർക്കും അധികാരമുണ്ട്, ശുശ്രൂഷയുണ്ട്. പക്ഷേ നമുക്ക് നന്നായിട്ടറിയാം, വ്യക്തമായിട്ടറിയാം. സ്തോത്രം. ഇതിനകത്തൊക്കെ തമ്മിൽ ആത്മാർത്ഥതയ്ക്കും ആഴങ്ങൾക്കും വ്യത്യാസമുണ്ട്. അതുകൊണ്ട് പൗലോസിന് ഇവരുമായിട്ട് അങ്ങനത്തെ ഒരു ബന്ധമുണ്ട്. അതുകൊണ്ട് അവരോട് ചോദിക്കുന്നത്, ശീതസമരങ്ങളൊക്കെ കൊരിന്ത്യരുമായിട്ട് നടന്നിട്ടുണ്ട്, വേദനയും വിഷമമൊക്കെ, അവർക്ക് സ്നേഹമുള്ളിടത്തേ നടക്കുകയുള്ളൂ. സ്തോത്രം. പൗലോസ് പറയുന്നുണ്ട്, നിങ്ങളെന്നെ ദുഃഖിപ്പിച്ചു, നിങ്ങളെന്നെ കരയിപ്പിച്ചു എന്നൊക്കെ പറയുന്നുണ്ട്. വിഷയങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതൊന്നും ഇപ്പോൾ ഈ ഉപവാസത്തിൽ പറയുന്നത് ശരിയല്ലല്ലോ. പക്ഷെ മറുഭാഗത്ത് പൗലോസ് അവരോട് ചോദിക്കുന്നുണ്ട്, വേറൊരു സഭക്കാരോട് ചോദിക്കാത്ത പോലെ, ഞാൻ ഈ 3-ാം പ്രാവശ്യം അങ്ങോട്ട് വരുന്നുണ്ട്, ഞാൻ വരുമ്പോൾ ഒരു വടിയോടുകൂടെ വരണോ? അങ്ങനെ ചോദിച്ച് പാസ്റ്റർ വായിച്ചിട്ടില്ലേ? സ്തോത്രം. അങ്ങനെ ചോദിക്കണമെങ്കിൽ ഒരു സാധാരണ ഉപദേശിയെ കൊണ്ട് പറ്റിയല്ല. അവിടുത്തെ വിശ്വാസികളുമായിട്ട് ഒരു അപ്പൻ മക്കൾ ബന്ധം വേണം. മനസ്സിലായോ? നല്ല ബന്ധം. അപ്പം അങ്ങനെ ബന്ധം കീപ്പ് ചെയ്യുന്നൊരു കൂട്ടായ്മയാണത്. സ്തോത്രം. അങ്ങനൊരു ബന്ധം ഈ പൗലോസിനും സഭയ്ക്കുമായിട്ടുണ്ട്. സ്തോത്രം.
അത്രയ്ക്ക് സ്വാധീനമുള്ള സഭ. അതായിരിക്കും നല്ല വാക്ക്, സ്വാധീനം. സ്തോത്രം. ഞാൻ പാസ്റ്റർ ഇങ്ങനെ വിളിച്ചു ചോദിക്കുക, എന്തെങ്കിലും വിഷയം ഉണ്ടെന്ന് വിളിച്ചു ചോദിക്കുക. നിങ്ങളുടെ വീട്ടിൽ സ്തോത്രം ഭർത്താവും ഭാര്യയും കൊണ്ട് 2 ദിവസം തൊട്ടിട്ട് സമരമാണെന്ന് പിള്ളേർ പറഞ്ഞു. പാസ്റ്ററോട് പറഞ്ഞു സ്തോത്രം. അപ്പോൾ പാസ്റ്റർ വിളിച്ചു ചോദിക്കുക, അച്ഛനെ വിളിച്ചു ചോദിക്കുക, എന്നാ അച്ഛാ? ഒന്നുമില്ല, ഞാൻ അങ്ങോട്ട് വരണോ? എന്നിട്ട് അച്ഛൻ പറയും എങ്ങോട്ട് വാടാ കാണിച്ചു തരാമെന്ന് പറഞ്ഞാൽ തീർന്നില്ലേ. പിന്നെ പാസ്റ്റർ എന്നാ ഞാൻ അങ്ങനെ പറഞ്ഞു. പാസ്റ്റർ എന്നിട്ടുണ്ടോ? അത് ഞാൻ ചുമ്മാ ചിന്തിക്കും, ഇങ്ങനെ സംഭവം ഉണ്ടാകുന്നിരിക്കട്ടെ, എന്താ അറിയുന്ന എന്നാ ഞാൻ അങ്ങോട്ട് വരണോ എന്ന് ചോദിക്കുമ്പോൾ താനും കൂടി ഇങ്ങോട്ട് വാ കാണിച്ചു തരാമെന്ന് പറഞ്ഞാൽ പിന്നെ നമ്മൾ പോവില്ല. അത്രേ ഉള്ളൂ, അതിനപ്പുറത്തേക്ക് ഒന്നുമില്ല. നിങ്ങളത് പറയാത്തത് കൊണ്ട് സ്തോത്രം. SIOമെട്രിയാണോ ജീപ്പെടുത്തെങ്ങ് വരാൻ? അല്ലല്ലോ. പക്ഷെ ഇതിൻ്റെ അകത്തൊരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ട്, ദൈവം കൊടുത്തൊരു അധികാരം. അങ്ങനെ നിങ്ങളുടെ മേൽ സ്വാധീനമുള്ള ഒരഭിഷിക്തനുണ്ടെങ്കിൽ രക്ഷപ്പെടാൻ സാധ്യതയുണ്ട്. സ്തോത്രം. ഇടയൻ എന്ന വിഷയം പഠിക്കണം വേദപുസ്തകത്തിൽ നിന്ന്. ബൈബിൾ ക്ലാസ് എടുത്തെങ്കിലും പഠിപ്പിക്കണം. ഇടയൻ, ഞാൻ കരഞ്ഞു പോയിട്ടുണ്ട്. സ്തോത്രം. ഇടയനെക്കുറിച്ച് വേദപുസ്തകത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നത് 1-2 ഒരു ക്ലൂ വരാം ഞാൻ. യേശു ഒരിക്കൽ പറഞ്ഞു, കർത്താവ് ഇവിടെ വന്നപ്പോൾ യഹൂദ സദസ്സിനെ നോക്കിക്കൊണ്ട് പറഞ്ഞു, ഇടയനില്ലാത്ത ആടുകളെ പോലെ അവരെ കണ്ടിട്ട് കർത്താവ് കരഞ്ഞുപോയി. വീടില്ലാത്തത് കൊണ്ടല്ല, കഴിക്കാൻ ആഹാരമില്ലാത്തത് കൊണ്ടല്ല, പണ്ടത്തെ സോമാലിയയിലെ പിള്ളേരെ പോലെ അസ്ഥി 6 വാരി തെളിഞ്ഞിരിക്കുന്ന കുറെ പിള്ളേരെ കണ്ടതുകൊണ്ടല്ല. പിന്നെ എന്തുകൊണ്ടാ? ഇടയനില്ല. ഇടയനില്ലാത്തതിൻ്റെ പേരിൽ അവിടെ എഴുതിയിരിക്കുന്നു ചിന്നിയും ചെതറിയും. ഇടയനില്ലെങ്കിൽ ചിന്നൽ വീഴും. ചിന്നൽ വീഴും. അങ്ങനെ പറഞ്ഞ അമ്മമാർക്കൊക്കെ മനസ്സിലാവുന്നോ? നിങ്ങൾ ഒരു തരം സ്തോത്രം വയറ് നിറഞ്ഞിരിക്കുന്നവരെ പോലെ ഇരിക്കുന്നല്ലോ. ചിന്നൽ, നിങ്ങളുടെ വീട്ടിലെ ചായ കുടിക്കുന്ന ഗ്ലാസ്സിൽ ചിന്നൽ വീണെന്നിരിക്കട്ടെ. ചിന്നൽ വീണെന്നല്ല നിങ്ങളും പറയുന്നേ, ചിന്നൽ വീണെന്നിരിക്കട്ടെ. ചിന്നൽ വീണ ഗ്ലാസ്സിനെ സൂക്ഷിക്കണോ പേടിക്കണോ? എങ്ങനാ? എല്ലാം സ്റ്റീലിൻ്റെ ഗ്ലാസ്സാന്ന് തോന്നുന്നു. പേടിക്കണോ? പേടിക്കണം. ഇന്നലെ വീണ ഗ്ലാസ്സിനെ സൂക്ഷിച്ചില്ലെങ്കിൽ അതിനകത്തങ്ങ് ഓർക്കാപ്പുറത്ത് കൈയിട്ട് കഴുകി പോയാൽ അറിയാലോ, അവൻ നമ്മളെ ചെത്തിക്കൊണ്ടേ പോവുള്ളൂ. അപ്പൊ ചിന്നല് വീണ വിശ്വാസിയെ പേടിക്കണം. അവൻ മുറിവേറ്റവനാണ്, അവൻ പൊട്ടിയിരിക്കുക. ഇടയനില്ലെങ്കിൽ ചിന്നല് വീഴുമെന്ന്, ചെതറും. അങ്ങനെ ഒത്തിരി പ്രശ്നങ്ങൾ. ഞാൻ അങ്ങോട്ട് പോയാൽ പകരത്തെ പോലെ ഇന്നും വാക്യം വായിച്ചവിടെ കിടക്കുകയുള്ളൂ. നാളെ ഞാനിവിടെ ഇല്ലല്ലോ, ഇന്നത് തീർത്തേ പറ്റൂ. ഇതൊക്കെ നിങ്ങൾ കുറിച്ച് വെച്ചിട്ട് ഈ സബ്ജക്റ്റുകൾ പഠിക്കുക. സ്തോത്രം. എന്നോട് ആളുകൾ ചോദിക്കാറുണ്ട്, ഞാൻ പാസ്റ്റർ അവിടെ പ്രസംഗിക്കാൻ വന്നാൽ പാസ്റ്റർ പ്രസംഗിക്കുമ്പോൾ ഇതുപോലെ ഒരുപാട് സബ്ജക്റ്റുകൾ കിട്ടും, അതെല്ലാം ഹെഡ്ലൈൻ എഴുതി വെക്കും, പിന്നീട് ഞാനിത് പഠിക്കും. അങ്ങനെ പഠിക്കുമ്പോൾ 1000 പ്രസംഗം ഉണ്ടാവും. അദ്ദേഹത്തിൻ്റെ പ്രസംഗം അതുപോലെ നമ്മൾ കടമെടുക്കുന്നില്ലല്ലോ, അതിൽ നിന്ന് ആശയങ്ങൾ കയറി വരും. ഇപ്പം തന്നെ എത്രയോ കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. അപ്പം ഇടയൻ പൗലോസോട് പറയുന്ന കാര്യമാണ്, ആസിയിൽ ഞങ്ങൾക്കുണ്ടായ കഷ്ടം നിങ്ങൾ അറിയാതിരിക്കരുത്. അപ്പോൾ കൊരിന്ത്യ സഭക്കാർ ഒരു ലോക്കൽ സഭ എന്ന് തൽക്കാലത്തേക്കൊന്ന് വിശ്വസിച്ച്, പൗലോസിൻ്റെ മെമ്പർഷിപ്പൊക്കെ അവിടെ ഉണ്ടോ എന്ന് എനിക്കറിയില്ല, എങ്കിലും അത്ര ഇൻഫ്ലുവൻസ് ഉള്ള, അത്ര സ്വാധീനമുള്ള സഭ. ആ സഭക്കാരോട് പറയുക, സഹോദരന്മാരെ, ദൈവസഭയെ, ആസിയിൽ വെച്ചുണ്ടായ ഞങ്ങളുടെ കഷ്ടം നിങ്ങൾ അറിയാതിരിക്കരുത്. അതെന്തിനാ സഭയെ അറിയിക്കുന്നേ? നമ്മൾ നേരിടുന്ന കഷ്ടം, ഇച്ചിരി തെന്നിമാറിയാൻ പറയാൻ തുടങ്ങുക. നമ്മൾ അനുഭവിക്കുന്ന കഷ്ടം അതാരറിയണം? സഭ അറിയണമെന്ന്. നിങ്ങൾ അറിയാതിരിക്കരുത്. നമ്മൾ അനുഭവിക്കുന്ന വിഷമം നിങ്ങൾ അറിയാതിരിക്കരുത്. ചില കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിനകത്തില്ലേ, ദൈവമേ എൻ്റെ വീട്ടുകാരറിയല്ലേ, എൻ്റെ സ്നേഹിതരറിയല്ലേ, നാട്ടുകാരറിയല്ലേ എന്നാഗ്രഹിക്കുന്ന വിഷയങ്ങൾ നിങ്ങൾക്കുണ്ടോ? നിങ്ങൾ മനുഷ്യരല്ലെന്ന് തോന്നുന്നല്ലോ ദൈവമേ, അല്ലേ? ഇത്രയോ കാര്യമുണ്ട്. ചില പരാജയങ്ങൾ, ചില തോൽവികൾ. നിങ്ങളുടെ കൊച്ചിന് സ്തോത്രം പരീക്ഷയ്ക്ക് 2 പേപ്പർ പോയി, ഉടനെ നിങ്ങൾ അവരെ നിങ്ങൾ പറയുകയാണോ? അയ്യോ. അപ്പം നമ്മളെന്താ ആഗ്രഹിക്കും? മോനോട് പറയും, നീ ഇപ്പം ആരോടും പറയണ്ട, പാസ്റ്ററോട് പോലും പറയണ്ട. സ്തോത്രം. അപ്പം അതിൻ്റെ അർത്ഥം എന്താ? ചില തോൽവികൾ ആരും അറിയരുതെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്. നമ്മൾ ആശുപത്രി പോയി വല്ലാത്ത ക്ഷീണം, കണ്ണൊക്കെ വെളുത്തിരിക്കുന്നു,
ആകപ്പാടെ ക്ഷീണം. നമ്മൾ പോയി ബ്ലഡ് പരിശോധിച്ചപ്പോൾ ലാബിലെ പെണ്ണ് പറഞ്ഞു ഡോക്ടറെ കാണണമെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ കൊട്ടാരക്കരപ്പോൾ ഒരു കൊച്ചു ഡോക്ടറെ കണ്ടപ്പോൾ ഡോക്ടർ പറഞ്ഞിട്ട് വലിയ ഡോക്ടറെ കാണണമെന്ന് പറഞ്ഞു. വലിയ ഡോക്ടറെ കണ്ടപ്പോഴത്തേക്ക് അയാൾ പറഞ്ഞു ഇനിയും പരിശോധിച്ചപ്പോൾ അയാൾ പറഞ്ഞു കൂടെ ആരെങ്കിലും വന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ കൂടെ വന്ന ആളോട് പറഞ്ഞു ഒരു ചെറിയ പ്രശ്നമാണ്, തിരുവനന്തപുരത്ത് RCC പോകണമെന്ന് പറഞ്ഞു. അവിടെ കിട്ടിയല്ലോ. നിങ്ങളുടെ കാര്യമല്ല, ഒരു ഉദാഹരണം, എല്ലാം നിങ്ങളുടെയാണെന്ന് പറഞ്ഞെടുക്കണ്ട, നല്ലത് മാത്രം എടുത്താൽ മതി. അങ്ങനെ ഒരു വിഷയം വന്നാൽ നേരെ തിരിച്ചു വരുന്ന വഴിക്ക് എന്നും പറഞ്ഞുകൊണ്ടാ പോരുന്നേ. ഇപ്പം ആരോടും പറയണ്ട, പിള്ളേരോട് പറയണ്ട, വീട്ടിൽ പറയണ്ട, സഭയിലും പറയണ്ട. ചില വിഷയങ്ങൾ നമുക്ക് തന്നെ ആരും അറിയണ്ടെന്ന് പറയുന്നത് ഉണ്ടെന്ന്. ഞാനിപ്പോൾ വൈകുന്നേരം വന്ന് ഓരോന്ന് കുത്തി ഇളക്കി ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അത് വിഷമാവുള്ളൂ. അപ്പം നമ്മുടെ ഉള്ളത്തിൻ്റെ ഉള്ളിൽ കുറേ തോൽവികളുണ്ട്, നമ്മളേറ്റ പ്രഹരങ്ങളുണ്ട്, നമ്മുടെ പരാജയങ്ങളുണ്ട്, നമ്മുടെ അബദ്ധങ്ങളുണ്ട്. അത് പലതും നമ്മൾ ആഗ്രഹിക്കുന്നു ആരും അറിയരുത്. അങ്ങനെ വേണം മനുഷ്യൻ. എല്ലാ നാട്ടുകാരെ അറിയിച്ചാൽ പ്രശ്നമാവുള്ളൂ. ചില കാര്യങ്ങൾ അറിയരുത്. എന്നാൽ മറുവശം ചില വിഷയങ്ങൾ അറിയേണ്ടവരറിയണം. അറിഞ്ഞെങ്കിലേ കെട്ടുപൊട്ടത്തുള്ളൂ. ഇതിനകത്ത് നിങ്ങൾക്ക് തെറ്റുപറ്റരുത്. വിവേകത്തോടെ വേണം ജീവിക്കാൻ. പൗലോസ് ഇവിടെ പറയുന്നു, ഞങ്ങൾക്ക് നേരിട്ടൊരു കഷ്ടമുണ്ട്, അത് നിങ്ങൾ അറിയാതിരിക്കരുത്. സഭ അറിയേണ്ട ചില വിഷയം. അങ്ങനെ ആയിരിക്കണം സഭ. നിങ്ങളുടെ ഒരു സഭ, ഒരു പുതിയ സഭ നന്നായി വളർന്നു വരികയാണ്. പഴക്കം ചെല്ലുമ്പോൾ ഉള്ള പ്രശ്നം പറയാം. അന്നേരം സ്തോത്രം. അപ്പോൾ അതിനകത്തും പ്രശ്നമുണ്ട്. ഞാൻ ഒരു സഭയുടെ സ്തോത്രം പാസ്റ്ററാണ്. 25ാമത്തെ വർഷമാണ് ഇപ്പോൾ അവിടെ നിൽക്കുന്നത്. ഇപ്പം അവിടുത്തെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ മെജോറിറ്റി പഴയ ആൾക്കാരോടൊക്കെ പലരും എന്നെ വിളിച്ചു പറയും, പാസ്റ്റർ ഇങ്ങനൊരു പ്രശ്നമുണ്ട്, അത് സ്തോത്രം പ്രാർത്ഥിക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞു നാളെ ഞായറാഴ്ചയാണ്, എന്നാൽ സഭയെ പറയണ്ട. ഒയ്യോ, സഭ പറയണ്ട. ഇപ്പോഴത്തെ പരിസ്ഥിതിക്ക് അത് സഭ പോലും കൊള്ളാത്തതായി. കാരണം അവർ പറയുന്ന സഭയെ പറഞ്ഞാൽ പിന്നെ മനോരമയെ കൊടുക്കണ്ടെന്ന്. അതൊരു കടുങ്കൈ. അത് നിങ്ങൾ സൂക്ഷിച്ചോളണം കേട്ടോ. ഞാനിതൊക്കെ അനുഭവിക്കുന്ന മനുഷ്യനെ പറയാം. ഒരിക്കലും നമ്മുടെ സഭയ്ക്കകത്തൊരു കാര്യം ഉണ്ടെങ്കിൽ ഇവിടെ കിടക്കണം. ഒരിക്കലും നമ്മുടെ സഹോദരനാ, കർത്താവിൻ്റെ ചോര കൊണ്ട് വീണ്ടെടുത്ത ഒരാളാ, അദ്ദേഹത്തിന് നൊമ്പരം വേറെ എവിടെ പോയി പറയാനാ? ഈ പൗലോസിന് ഈ കഷ്ടം നൊമ്പരം ആരോട് പറയാനാ? വീട്ടിൽ പോയി പറയാനുണ്ട്. കാരണം അപ്പൻ ഇവനെ പഠിപ്പിച്ചത് ന്യായപ്രമാണമാണ്. യെരുശലേമിനെ വിട്ടത് പെന്തിക്കോസിൽ ചേരാനല്ല. ന്യായപ്രമാണം പഠിപ്പിച്ച് യഹൂദന്റെ റബ്ബിയായി സിന്നഗോഗുകളിൽ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് പൗലോസിനെ, ബെന്യാമീൻ ഗോത്രക്കാരനെ, ന്യായപ്രമാണം പഠിപ്പിക്കാൻ വിട്ടത്. പഠിക്കാൻ പോയ ചെറുക്കൻ ഇവിടെ വെച്ച് യേശുക്രിസ്തു സന്ദർശിച്ച് സഭ മാറിയ വീട്ടിൽ ചെല്ലുന്നത്. സ്തോത്രം. എൻ്റെ വീട്ടുകാരെ കുറിച്ചൊന്നും നമുക്കറിയില്ല. ബന്ധങ്ങൾ ഒന്നോ രണ്ടോ മാത്രം തൂലികത്തുമ്പിൽ എഴുതിയിട്ട് വേറെ അറിയില്ല. അപ്പോൾ പൗലോസിനൊരു കഷ്ടവും പ്രയാസവും വന്നാൽ വീട്ടിൽ ചെന്ന് പറയാനില്ല. പഴയ മതം, പഴയ കൂട്ടുകാർ, ഇവരോട് പറയാൻ പറ്റും. നീ കോലെ കുത്തിച്ചാടി പോയതല്ലേ നിൻ്റെ കർത്താവിൻ്റെ കൂടെ, ഉണ്ട് ഇപ്പം എന്നാ ഞങ്ങളോട് പറയുന്നത് അവർ ചോദിക്കുകയല്ലേ? ആ സ്ഥിതി നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉണ്ടോ? ഞങ്ങൾക്ക് പറയാൻ ആരുമില്ല. വീട്ടിലേക്ക് വിഷയമായിട്ട് ചെല്ലാൻ പറ്റില്ല. സ്നേഹിതരില്ല, സ്തോത്രം, സമുദായമില്ല. പിന്നെ ആകപ്പാടെ വീണ്ടെടുക്കപ്പെട്ടവർക്ക് സഭയേ ഉള്ളൂ. കേട്ടോ, അതൊരു പരാജയമായി കാണണ്ട. സഭ ഉണ്ടെങ്കിൽ വേറെ ആരും ഇല്ലെങ്കിലും നിങ്ങൾ പേടിക്കേണ്ടത്. ഒരു വിഷയം സഭ ഏറ്റെടുത്താൽ അതിനർത്ഥം കമ്മിറ്റി ഏറ്റെടുത്തെന്നല്ല, സഭ കർത്താവിൻ്റെയാണ്. ഇവിടെ എഴുന്നേറ്റ് നിന്ന് കണ്ണു നിറഞ്ഞൊരു കാര്യം പറയുമ്പോൾ അതിൻ്റെ ഭാരം ഏറ്റെടുക്കാൻ നിൽക്കുന്നത് ഇവിടുത്തെ സെക്രട്ടറിയോ പാസ്റ്ററോ അല്ല. ഇതിൻ്റെ ഉടമസ്ഥൻ രാവിലെ ഞാൻ പറഞ്ഞതുപോലെ ഉയരത്തിലെ ദൈവമാണ്. അവനറിയും, ദൈവം അറിയും. ദൈവം അറിഞ്ഞാൽ എന്താ പ്രത്യേകത? അതിനൊരു വാക്യം വായിക്കാം. പുറപ്പാട് പുസ്തകം 2-ാം അധ്യായത്തിൻ്റെ അവസാനത്തെ വാക്യം വായിച്ചേ. പുറപ്പാട് പുസ്തകം 2-ാം അധ്യായത്തിൻ്റെ അവസാന വാക്യം 25-ാം വാക്യമായിരിക്കും. ഒന്ന് വായിച്ചേ. 2:25. ആ വാക്ക് കണ്ടോ? ഞാൻ രാവിലെ പറഞ്ഞില്ലേ, ടാഗ് ചെയ്തിടുക എന്ന് പറഞ്ഞില്ലേ? രാവിലെ വന്നവര് കേട്ടായിരുന്നു. രാവിലെ പാസ്റ്റർ കേട്ടില്ല, ടാഗ് ചെയ്തിട്ട് ഫാൻ മേടിക്കുന്നതിനും പറഞ്ഞില്ലേ? എന്നതുപോലെ ആ
അവിടെ കൺക്ലൂഷനാണ് എഴുതിയിരിക്കുന്നത്. മോൻ വായിച്ചത് എന്താ കൺക്ലൂഷൻ? ആ അധ്യായത്തിന്റെ കൺക്ലൂഷൻ എന്താ? ഏറ്റവും ലാസ്റ്റ് കെട്ടിത്തൂക്കിയിട്ടിരിക്കുന്നത് ആ വാക്കാ, ദൈവം അറിഞ്ഞു. ദൈവം അറിഞ്ഞു. എന്തറിഞ്ഞെന്നാ? അതിന് മുകളിലും താഴെ ഒന്നും വായിച്ച എന്താ അറിഞ്ഞെന്നില്ല. ഒറ്റ വാക്ക്, താഴെ മുകളിലും തൊടാതെ തൂങ്ങിക്കിടക്കുക, ദൈവം അറിഞ്ഞു. ദൈവം അറിഞ്ഞു. എന്തറിഞ്ഞു? താഴെ ഭൂമിയിൽ തൻ്റെ ജനമെന്നറിയപ്പെടുന്ന ഒരു കൂട്ടം ആളുകളെ പറവാൻ വേണ്ടാത്ത രീതിയിൽ അങ്ങ് നിയമം കഠിനമാക്കി ചതയ്ക്കുകയാണ്. ജീവിക്കാൻ സമ്മതിക്കാത്ത നിലവാരത്തിൽ അവരെ ഒതുക്കുകയാണ്. ഇതാരറിഞ്ഞിട്ടും വലിയ ഗുണമൊന്നുമില്ല. ഇതിപ്പോൾ ആ പാളയത്തിൽ കിടക്കുന്ന ആരൊക്കെ അറിഞ്ഞാൽ എന്താ? ഒരളി എന്ന് മന്ദളത്തോട് പറഞ്ഞ പോലെ, സ്തോത്രം, എന്നാ ചെയ്യാനാ കുഞ്ഞമ്മയെന്ന് ചോദിച്ചാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കുകയുള്ളൂ. അറിയണ്ടവൻ അറിഞ്ഞാൽ, സ്തോത്രം, അറിയേണ്ടവൻ അറിഞ്ഞാൽ. ഇവിടുത്തെ നിയമജ്ഞന്മാരോ ജനപ്രതിനിധികളോ ഇവരാരറിഞ്ഞിട്ടും പ്രയോജനപ്പെടാതെ പോയത്, ഉന്നതങ്ങളിലിരിക്കുന്ന ദൈവം അറിഞ്ഞാൽ എന്താ സംഭവിച്ചെന്നറിയോ? നടപടി ആരംഭിച്ചു. ദൈവം അറിഞ്ഞതോടുകൂടെ 3-ാം അധ്യായം ആരംഭിക്കുകയാണ്. 3-ാം അധ്യായം എന്താ? 3-ാം അധ്യായം അറിഞ്ഞതിൻ്റെ റിഫ്ലക്ഷനാ. ഒരു കൂട്ടം ആളുകൾ കഷ്ടപ്പെടുന്നു, ഒരു കൂട്ടം ആളുകൾക്ക് നീതി നഷ്ടപ്പെടുന്നു, അവരെ അടിമയെ പോലെ പണിയെടുപ്പിക്കുന്നു, അവരെ സമ്മതിക്കുന്നില്ല നിവരാൻ, അവർക്ക് കൂലി കൊടുക്കുന്നില്ല, അവരെ ജീവിക്കാൻ സമ്മതിക്കുന്നില്ല, അവരെ ഇവിടെ പുച്ഛിക്കുക, നിന്ദിക്കുക, തള്ളിക്കളയുക, മൃഗങ്ങളെ പോലെ കൈകാര്യം ചെയ്യുക എന്നത് ഇവിടെ ആരറിഞ്ഞിട്ടും ഗുണം വന്നില്ലെങ്കിലും സ്വർഗം അറിഞ്ഞപ്പോൾ, ഹല്ലേലൂയ, സ്വർഗമറിഞ്ഞപ്പോൾ ഒരു നടപടി ആരംഭിച്ചു. എന്താ നടപടി? ദൈവം ഇറങ്ങി വന്നു, ഒരു മുൾപ്പടർപ്പിനകത്ത് പതുങ്ങിയിരുന്നു. ഞാൻ പറഞ്ഞല്ലോ, വലിയ പ്രൊഫസറായിട്ട് ഒരിക്കലും വേദവസം വായിക്കരുത്, ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ വായിക്കണം. സ്തോത്രം. ഒരു മുൾപ്പടർപ്പിനകത്ത് സർവശക്തനായ ദൈവം വന്ന് ഒതുങ്ങിയിരുന്നു. ഒതുങ്ങിയിരിക്കുമ്പോൾ മോശ എന്ന മനുഷ്യൻ ആടുകളെ തീറ്റി നടന്ന് വരുമ്പോൾ ഈ മുൾപ്പടർപ്പിനകത്തിരിക്കുന്ന ദൈവം, ദൈവത്തിൻ്റെ തനതായ രീതിയാണ് ദൈവ സാന്നിധ്യം വരുന്നിടത്ത് തീയുണ്ടാകുക. സ്തോത്ര, ഹല്ലേലൂയ. ദൈവത്തെ കാണാൻ പറ്റില്ല, പക്ഷെ സാന്നിധ്യത്തിന് പ്രദർശനങ്ങളുണ്ട്. ഉൾപ്പടർപ്പിനകത്തിരിക്കുന്നവനെ ഒരിക്കലും കാണാൻ പറ്റില്ല, പക്ഷെ അവനതിനകത്തുണ്ടെന്നറിയാൻ ചില വെളിപ്പാടുകൾ തരും. അവനതിനകത്തുണ്ടെന്നറിയാൻ ചില ലക്ഷണങ്ങൾ ഉണ്ടാകും. ഈ കൂട്ടായ്മയ്ക്കകത്ത് ദൈവം ഉണ്ടെന്നറിയാൻ ചില തെളിവുകൾ ദൈവം തരും. ഓ, പരിശുദ്ധാത്മാവ് വീണ്ടും ഇടപെടുക. ഉടര ശമന ധരാധര ചന്ദനരഗധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ മുള്ളിനകത്ത് ഒതുങ്ങിയിരുന്നാൽ ആരും അറിയല്ല, ഇവിടെ എന്താണെന്നറിയല്ല, അവനെ കാണാൻ കഴിയല്ല. പക്ഷേ ജനങ്ങളെ ആകർഷിക്കാൻ ദൈവം ഇവിടെ ഉണ്ടെന്നറിയാൻ ചില അടയാളങ്ങൾ ദൈവം ചെയ്യും. വിശ്വസിച്ചോണ്ട് ഏറ്റെടുക്ക്, വിശ്വസിച്ചോണ്ട് ഏറ്റെടുക്ക്, വിശ്വസിച്ചോണ്ട് ഏറ്റെടുക്ക്. നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ സ്തോത്രം ചെയ്യ്. എൻ്റെ ദൈവം ജീവിക്കുന്നു എന്നറിയാൻ എനിക്ക് സംശയമില്ല. പക്ഷേ ഈ മുൾപ്പുറപ്പിനകത്ത് അവിടെ നിന്നുണ്ടെന്നറിയാൻ തികത്തി. ദൈവത്തെ കാണാൻ പറ്റില്ല, പക്ഷെ ദൈവ സാന്നിധ്യത്തിൻ്റെ അഗ്നി അവൻ കണ്ടു. അതെന്താണെന്നറിയാൻ ഒരു ആകർഷണം ഉണ്ടായിന്. അതെന്താണെന്നറിയാൻ മോശ അടുത്ത് ചെല്ലുമ്പോൾ മോശെ എന്ന് വിളിച്ചു. ദൈവം അറിഞ്ഞതിൻ്റെ നടപടിയാ. അവനെ ഒരുക്കി, അവനെ അയച്ചു. 2-ാം അധ്യായത്തിൻ്റെ 25-ാം വാക്യത്തിൻ്റെ അവസാനത്തെ കൊച്ചു വാക്കിൻ്റെ നടപടിയാണ് പിന്നെ ഒരു 12 അധ്യായം വരെ കിടക്കുന്നത്. ഞാൻ നിങ്ങളോട് പറയാം, അറിയേണ്ടവൻ ഈ ഉപവാസ പ്രാർത്ഥനയിൽ അറിഞ്ഞാൽ ഇന്നു മുതൽ നടപടി തുടങ്ങുക. പ്രവചനം ഞാൻ വന്ന് പറയില്ല, പക്ഷെ ഇന്ന് രാത്രി നിങ്ങളുടെ തലയിൽ കിരീടം പോലെ അത് ഇറങ്ങി വരണം. നിനക്കെതിരെ പ്രവർത്തിക്കുന്നവൻ, ഹല്ലേലൂയ, നിനക്ക് വിരോധമായി കരുക്കൾ നീക്കുന്നവൻ, ചരട് മുറുക്കുന്നവൻ, ആരോടും പറഞ്ഞിട്ട് കഥയില്ല. അധികാരികളോട് പറഞ്ഞു, രാഷ്ട്രീയക്കാരോട് പറഞ്ഞു, നോ രക്ഷ. പക്ഷെ എൻ്റെ ദൈവം പറയുന്നു, നിന്റെ ദൈവം അറിഞ്ഞിട്ടുണ്ട്.
സ്വർഗം അറിയാൻ തുടങ്ങിയാൽ സ്തോത്രം, കാര്യങ്ങൾക്ക് മാറ്റം വരും. സ്തോത്രം, കാര്യങ്ങൾക്ക് മാറ്റം വരും. ഒരു വാക്യം വേണമെങ്കിൽ അതിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി വായിച്ചു. ഉൽപ്പത്തി പുസ്തകത്തിൽ ഒരു വാക്യം വായിച്ചു, 31:12. ഉൽപ്പത്തി 31:12 വായിച്ചേ. ആ ആ ആ ലാബാൻ നിന്നോട് ചെയ്തതൊക്കെയും മതി. സ്തോത്രം. ദൈവം പറയുക, 10 പ്രാവശ്യം പ്രതിഫലം മാറ്റി. യാക്കോബിനെ 20 കൊല്ലമായിട്ട് പെങ്ങടെ മോന എന്നിട്ടും കളിപ്പിക്കുക. സ്തോത്രം. കൂലി കൊടുക്കാതെ, പറഞ്ഞ വാക്ക് നിറവേറ്റാതെ. നിങ്ങൾക്കറിയാലോ ആ കഥ. സ്തോത്രം. പറഞ്ഞതുപോലൊന്നും ചെയ്യാതെ ലാബാൻ കളിപ്പിക്കുക. 10-20 കൊല്ലം ദൈവം മിണ്ടാതിരുന്നു. ലാസ്റ്റ് ദൈവം പറയുക, ലാബാൻ നിന്നോട് ചെയ്തതൊക്കെ ഞാൻ കണ്ടിരിക്കുന്നു. ഇനി ഞാൻ അടങ്ങിയിരിക്കില്ല, ഇനി ഞാൻ കയ്യും കെട്ടിയിരിക്കില്ല. ദൈവം ചിലത് കണ്ടാൽ, സ്തോത്രം, പിന്നെ കർത്താവ് മുഖം മറച്ച് കടന്നു പോകില്ല. നടപടി ആരംഭിക്കും. അസാധാരണമായിരിക്കുന്ന, ലോകത്തിൽ ഇന്ന് വരെ നടന്നിട്ടില്ലാത്ത ഒരു സംഭവം ദൈവം തീരുമാനിച്ചു, ഇവൻ്റെ കൂലി ഞാൻ മേടിച്ചു കൊടുക്കും. അങ്ങനെയല്ലേ അവിടെ സംഭവിച്ചേ എന്ന് പറഞ്ഞുകൊണ്ട് കാര്യങ്ങളുടെ നീക്കുപോക്ക് തുടങ്ങി. സംഭവിച്ചതറിയാം, അതിനെക്കുറിച്ച് ഞാൻ വിശദീകരിക്കുന്നില്ല. എന്നോട് ദൈവം പറയുന്നു, ഈ ഉപവാസ പ്രാർത്ഥനയിൽ ചില കാര്യങ്ങൾ ദൈവം അറിഞ്ഞിട്ടുണ്ട്. പൗലോസ് പ്രാർത്ഥനയെക്കുറിച്ച് എഴുതിയപ്പോൾ ഫിലിപ്പിയ ലേഖനത്തിൽ ഇങ്ങനെ എഴുതി, ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്, എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടെ പറയാനല്ല, ചൊല്ലാനല്ല, ദൈവത്തെ അറിയിക്കുക. എന്നാ പ്രാർത്ഥന എന്ന് ചോദിച്ചാൽ ഇത്രയേ ഉള്ളൂ. എൻ്റെ ചില സങ്കടങ്ങൾ ദൈവത്തെ അറിയിച്ചു, അതാ പ്രാർത്ഥന. എൻ്റെ ആവശ്യങ്ങൾ ദൈവത്തെ അറിയിച്ചു. ദൈവം അറിഞ്ഞ ഒരു വിഷയം പോലും കെട്ടിക്കിടക്കത്തില്ല സഹോദരി. ഇന്ന് രാത്രി അതങ്ങ് വിശ്വസിക്കുക. ഞാൻ ഇവരുടെ കൂടെ വന്ന് കൈയടിച്ചു പോയിന്നല്ല, ഞാനിവിടെ ഇരുന്ന് കരഞ്ഞത് ദൈവം കണ്ടിട്ടുണ്ട്. എൻ്റെ ഹൃദയം പകർന്നത് ദൈവം അറിഞ്ഞിട്ടുണ്ട്. ഞാൻ അനുഭവിക്കുന്ന വേദന ദൈവം കണ്ടിട്ടുണ്ട്. എൻ്റെ വഴി അടഞ്ഞത് ദൈവം അറിഞ്ഞിട്ടുണ്ട്. എന്നെ എല്ലാവരും കൂടി പറ്റിച്ചത്, എൻ്റെ കൂലി തരാതിരുന്നത്, എന്നെ കളിപ്പിച്ചത് ദൈവം കണ്ടിട്ടുണ്ട്. അതിനൊരു നടപടി ദൈവം എടുക്കാതിരിക്കത്തില്ലെന്ന് ഇന്ന് രാത്രി വിശ്വസിക്കുക. സഭ അറിഞ്ഞാൽ ദൈവം അറിയും. സഭ അറിഞ്ഞാൽ ദൈവം അറിയും. പൗലോസ് ഇവിടെ പല ഉദ്ദേശമുണ്ട്. ഞാൻ ആത്മീക ദൂതനോട് പറയുന്നത്, പൗലോസ് ഇവിടെ പറയുന്നു, നിങ്ങൾ അറിയാതിരിക്കരുത്, ഞങ്ങൾ ആസിയിൽ വെച്ച് നേരിട്ട കഷ്ടം. അതെന്താന്ന് പറഞ്ഞിട്ടില്ല. പക്ഷെ ഇവിടെ എഴുതിയിരിക്കുന്ന വാക്കുകൾ ഇങ്ങനെയാണ്. സ്തോത്രം. ജീവനോടിരിക്കുമോ എന്ന് നിരാശ തോന്നുമാറ് ഞങ്ങൾ ശക്തിക്ക് മീതെ അത്യന്തം ഭാരപ്പെട്ടു. ഞങ്ങളിലല്ല, മരിച്ചവരെ ഉയർപ്പിക്കുന്ന ദൈവത്തിൽ തന്നെ ആശ്രയിപ്പാൻ തക്കവണ്ണം ഞങ്ങൾ മരിക്കുമെന്നുള്ളിൽ നിർണയിക്കേണ്ടി വന്നു. ആ വാക്കുകൾ കേട്ടെ. സ്തോത്ര. ഹല്ലേലൂയ. നമ്മളോട് ആൾക്കാർ പറയും നല്ലതാണ്, ഈ മോട്ടിവേഷൻ പ്രീച്ചേഴ്സും ഉണ്ട്, ദൈവവചന പ്രഭാഷകരും ഉണ്ട്. ഇവർ രണ്ടുപേരും തിരിച്ചറിഞ്ഞോളണം കേട്ടോ. മോട്ടിവേഷൻ പ്രീച്ചേഴ്സ് വന്നിട്ട് പറയും നെഗറ്റീവ് പറയരുത്, നെഗറ്റീവ് ചിന്തിക്കരുത്. സത്യമാണ്. പക്ഷെ ഇവിടെ പൗലോസ് ഇപ്പോൾ നെഗറ്റീവാണോ പോസിറ്റീവാണോ ചിന്തിച്ചേ? അയാളെന്താ പറഞ്ഞേ? അവിടെ എഴുതിയിരിക്കുകയാണ്, ജീവനോടിരിക്കുമോ എന്ന് നിരാശ തോന്നുമാറ്. അപ്പൊ നിരാശ തോന്നിയോ? ആർക്കാ? പൗലോസിന് നിരാശ തോന്നി. നിരാശ തോന്നരുതെന്ന് നമുക്കിവിടെ നിന്ന് പറയാം, പക്ഷേ അനുഭവിക്കുന്നവനല്ലേ അറിയുള്ളൂ. ഏത് പൗലോസാണെങ്കിലും പിടിച്ചെടുത്ത് നിന്നില്ലെങ്കിൽ നിരാശ വരും. നിരാശ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ പേടിക്കേണ്ട, നിങ്ങൾക്ക് ഭ്രാന്തില്ല, നിങ്ങൾ മനുഷ്യരാണ്.
എന്നെയൊക്കെ ചെയ്തിട്ട് നിരാശയില്ലെങ്കിൽ ഓർത്തോളണം, നിങ്ങൾക്ക് എന്തോ മെന്റലാണ് അല്ലേ? വേദനയും വിഷമവും വരുന്നില്ല. സ്തോത്രം. ഒരു പ്രശ്നവും ഇല്ല. ഞാൻ ഇച്ചിരി കയർത്തി പറയാം. പഠിക്കാൻ പോയ കൊച്ച് ആരാണ്ടരും കൂടെ പോയി. ഒരു വിഷമവും ഇല്ലാത്തൊരു അമ്മയാണെങ്കിൽ എന്നാ പറയണം? ഉള്ളക്ക് ഭ്രാന്താ. കാരണം പെറ്റ തള്ളയാണെങ്കിൽ ആരാണെങ്കിൽ എന്താ ചങ്ക് പറഞ്ഞു. അന്നേരം സ്വോത്രം പറയാൻ പറഞ്ഞാലും അന്നേരം യോഗത്തിന് വരാൻ പറ്റിയല്ല, നിരാശ വരും. പൗലോസ് പറയുന്നു, നിരാശപ്പെട്ടു പോയി. അടുത്ത വാക്കെഴുതിയിരിക്കുന്നു, മരിക്കുമെന്ന് നിർണയിക്കേണ്ടി വന്നു. പറഞ്ഞു ഇനി ജീവിച്ചിരിക്കരുത്, ഈ കൈക്ക് പോയി തീർന്നു എന്ന് നിർണയിക്കേണ്ടി വന്നു. അന്നേരം ഒന്നും നമുക്ക് പോസിറ്റീവ് വരത്തില്ലെന്ന്, അതുപോലത്തെ ഒന്നും പ്രശ്നമാണ് നേരിട്ടത്. അയാൾ പറഞ്ഞു ഇനി അമ്മയെ കാണിയല്ല, ഇനി സഭായോഗത്തിന് പോക്ക് നടക്കിയാൽ തീർന്നു, ഇവിടെ കൊണ്ട് തീർന്നു. സ്തോത്രം എന്ന്. അപ്പൊ അത്രയ്ക്ക് അതെന്തിനാ അങ്ങനെ എഴുതിയത്? ഇവരനുഭവിച്ച വിഷമം അത്രയ്ക്ക് വലുതാണ്, അത്രയ്ക്ക് വലുതാണ്. തീർന്നു, വണ്ടിക്കടി പോയതുപോലെ ആയിപ്പോയി, അരഞ്ഞു പോയി എന്നാ വിചാരിച്ച്. തലയിൽ കൂടെ അങ്ങനെ പറഞ്ഞാൽ നിങ്ങൾക്ക് പിടികിട്ടൂടെ, അതുകൊണ്ടാണ് നിങ്ങളെ അങ്ങനെ പറയുന്നത്. വണ്ടി തലയിൽ കൂടെ കയറി അത്രയ്ക്ക് തീർന്നെന്ന് വിചാരിച്ചു. സ്തോത്രം. പക്ഷെ അടുത്ത വാക്കെഴുതി, ഇത്ര ഭയങ്കര മരണത്തിൽ നിന്ന് ദൈവം ഞങ്ങളെ വിടുവിച്ചു. അങ്ങനെ വിടുവിച്ചത് കൊണ്ടാണ് എനിക്ക് ലേഖനം എഴുതാൻ പറ്റിയത്. സ്തോത്രം. അത്രയും വലിയൊരു പശ്ചാത്തലം നിങ്ങൾക്ക് പിടികിട്ടിയോ? ചത്തുപോകുമെന്ന് വിചാരിച്ചു, ഇനി ഞാൻ ഉണ്ടാകില്ല, മരിക്കുമെന്ന് വിചാരിച്ചു, അത്രയ്ക്ക് ക്രൈസിസിലകപ്പെട്ടു. പക്ഷെ ദൈവം ഞങ്ങളെ വിടുവിച്ചു, മേലാലും വിടുവിക്കും എന്ന് എഴുതി എഴുതി വന്നിട്ടാണ് പറയുന്നത്, ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ എത്രയുണ്ടെങ്കിലും അത് ഇല്ലാതാക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞാൽ മനസ്സിലായോ? അപകടങ്ങൾക്കോ അനർത്ഥങ്ങൾക്കോ ആപത്തുകൾക്കോ പോലും നിന്റെ പേരിൽ സ്വർഗം എഴുതിയിട്ടിരിക്കുന്ന വാഗ്ദത്തങ്ങളെ ക്യാൻസൽ ചെയ്യാൻ പറ്റില്ലെന്ന് എന്റെ അനുഭവത്തിലൂടെ ഞാൻ മനസ്സിലാക്കി. ഹോളി സ്പിരിറ്റ് ആ വചനത്തിന്റെ പശ്ചാത്തലം വന്ന വഴി കണ്ടോ? ചുമ്മാ സായിപ്പിന്റെ പുസ്തകത്തിൽ നിന്ന് കോപ്പി അടിച്ച് ഇതിനകത്തേക്ക് പകർത്തി എഴുതി വെച്ചതല്ല. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ അവര് സഭയോട് പറയുക, ദൈവമക്കളെ പേടിക്കണ്ട. ഞങ്ങൾക്ക് ഈ അടുത്തിടയ്ക്ക് ഒരു അനുഭവം ഉണ്ടായി. ആ അനുഭവത്തിൽ നിന്ന് ഞാനൊരു ദൂത് പറയാം. എന്താണ് ദൂത്? ദൈവത്തിന്റെ വാഗ്ദത്തം ഉള്ളവന്റെ പുറത്തേക്കൂടെ പാണ്ടിലോർ കയറി ഇറങ്ങിയാലും അവൻ ചാവൂല. അതല്ലേ വാക്കിന്റെ അർത്ഥം? മരിക്കുമെന്ന് നിർണയിച്ചു, നിരാശയുണ്ടായി, രക്ഷപ്പെടില്ലെന്ന് വിചാരിച്ചു, തീർന്നെന്ന് വിചാരിച്ചു, ഇനി ഒരു പ്രസംഗം കൂടി നടക്കില്ലെന്ന് വിചാരിച്ചു, ഇനി ഞാൻ വീട്ടിലെത്തില്ലെന്ന് വിചാരിച്ചു. അതുപോലെ മരണത്തെ മുഖാമുഖം കണ്ടു. മരണത്തിന്റെ കരങ്ങൾ എന്നെ കയറി പിടിച്ചത് എനിക്കറിയാവോ? ആമേൻ, 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 ആമേൻ. ഹോളി സ്പിരിറ്റ്, ഹല്ലേലൂയ. സ്തോത്രം ചെയ്യുന്നു. അത്ര വലിയൊരു വിഷയത്തെ ഈ മനുഷ്യൻ സഭയ്ക്കുള്ള ദൂതാക്കി. അതിൽ നിന്ന് പഠിച്ച പാട്, ഓ ഭാഗ്യം കൊണ്ടാണ് ഞാൻ രക്ഷപ്പെട്ടെന്നല്ല, വാഗ്ദത്തം ഉള്ളത് കൊണ്ടാണ് ചാവാതിരുന്നതെന്ന്. അതാ പറഞ്ഞത്. അങ്ങനെയല്ല എന്ന് മുട്ടുന്നതിനകത്തേക്ക് അളിയെന്നാ എന്നെ കൺക്ലൂഷൻ കൊണ്ട് എത്തിക്കുന്ന ഇതിനകത്ത്. അവൻ ഉവ്വ എന്ന് പറഞ്ഞാൽ ഉവ്വ എന്നാണ്. ഞാനും സില്ലാനോസും തിമോത്തിയോസും പ്രസംഗിക്കുന്ന യേശു ഒരിക്കൽ ഉവ്വ എന്നും പിന്നെ ഇല്ല എന്നുമല്ല. അവൻ ഉവ്വ എന്ന് പറഞ്ഞിരിക്കുന്ന കാര്യം നിറവേറാതെ നിന്നെ ഇവിടെ നിന്ന് തിരിച്ചു വിളിക്കാൻ ഒരു ശക്തിക്കും കഴിയത്തില്ലെന്നല്ലേ ഈ ദീർഘദർശി പറഞ്ഞു വെച്ച കാര്യം. പിന്നെ കേൾക്കുന്ന കുഞ്ഞുങ്ങളടക്കം നിങ്ങൾ ഓർത്തോളണം, വാഗ്ദത്തങ്ങളെ മുറുകെ പിടിച്ചോളണം, അതിനു വേണ്ടി ജീവിച്ചോളണം, അതിനു വേണ്ടി ഒരുങ്ങിക്കോളണം. ഇനി ഞാൻ ശ്രോത്ര ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗത്തേക്ക് കയറി അവസാന ഭാഗത്തേക്ക് എത്താൻ വേണ്ടി ശ്രമിക്കാം.
സ്തോത്രം, ഹല്ലേലൂയ. പഴയ നിയമത്തിലെ വാഗ്ദത്തങ്ങളും പുതിയ നിയമത്തിലെ വാഗ്ദത്തങ്ങളും തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്താണ്? ഇതെല്ലാം വാഗ്ദത്തം എന്ന വിഷയത്തിൻ്റെ അതിപ്രധാനമായിരിക്കുന്ന കാര്യമാണ്. പക്ഷെ അത്രയൊന്നും വിശാലമായി കൊണ്ടുപോകാൻ രാത്രി പറ്റിയല്ല. സ്തോത്രം. ഞാൻ ഈ വാക്കിനെ ഇതിൻ്റെ അടുത്ത തലങ്ങളിലേക്ക് എത്തിച്ച് നിങ്ങളുടെ ശ്രദ്ധയെ വചനത്തിൽ കൊണ്ടുവന്ന് മുട്ടിച്ച് അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. സ്തോത്രം. വാഗ്ദത്തങ്ങൾ എന്ന വിഷയം ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ വലിയ പഠന വിഷയമാണ്. വേദപുസ്തക ഭാഷയ്ക്ക്, എഴുതിയ ഭാഷയ്ക്ക് ഭയങ്കര പ്രാധാന്യമുണ്ട്. പുതിയ നിയമം എഴുതിയ ഭാഷയിൽ വാഗ്ദത്തങ്ങൾക്ക് 2 വാക്കുകൾ കൊടുത്തിട്ടുണ്ട്. 2 വാക്കുകൾ. 2 വാക്ക് ഞാൻ പറയാം. ഒരു വാക്ക് എപ്പൻഗേലിയോനാണ്. വേദപുസ്തകത്തിൻ്റെ പുതിയ നിയമത്തിൻ്റെ മൂലഭാഷയിൽ വാഗ്ദത്തം എന്ന വാക്കിന് കൊടുത്തിരിക്കുന്ന ഗ്രീക്ക് വാക്ക് എപ്പൻഗേലിയോൻ. എന്നാൽ അവരുടെ നാട്ടിൽ, അവരുടെ ഇടയിൽ വാഗ്ദത്തത്തിന് മറ്റൊരു വാക്കും കൂടിയുണ്ട്. അത് ഹിപ്പോസ് കാസിസ് ആണ്. ഹിപ്പോസ് കാസിസ് എന്ന് പറഞ്ഞു നോക്കി നോക്കുമെന്ന്. ഹിപ്പോസ് കാസിസ്, മറ്റത് എപ്പൻഗേലിയോൻ. 2 വാക്കുകളാണുള്ളത്. 2 തരം വാഗ്ദത്തങ്ങളുണ്ട്. 2 തരം വാഗ്ദത്തങ്ങൾ. ഇതാണ് ഈ 2 വാക്കുകൾ സൂചിപ്പിക്കുന്നത്. നമ്മുടെ ഭാഷയിലെല്ലാം വാഗ്ദത്തങ്ങളെല്ലാം ഒരുപോലെയുള്ളൂ. ഇംഗ്ലീഷിലാണെങ്കിൽ പ്രോമിസ് എന്നായിരിക്കും. വേദപുസ്തക നാട്ടിൽ 2 വാക്കുകളാണ്. അത് 2 തരം വാഗ്ദത്തങ്ങളാണ്. അതിൻ്റെ അർത്ഥം ഞാൻ എൻ്റെ വിശദീകരണം പറയാം. ഒരു മനുഷ്യനോ ഒരു സഭയ്ക്കോ ലഭിക്കുന്ന വാഗ്ദത്തത്തിന് ഹിപ്പോസ്കാസ് പ്രൈസ് ദി ലോർഡ്. കരമുയർത്തി ഒന്നുകൊണ്ട് ദൈവത്തിന് സ്തോത്രം ചെയ്തേ. ശബ്ദമുയർത്തി സ്തോത്രം ചെയ്തേ. അശ്രദ്ധരാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗത്തേക്ക് നമ്മൾ വരികയാണ്. അതുകൊണ്ട് കുറേയും കൂടി അറ്റൻഷനും ശ്രദ്ധയും എല്ലാം ഈ കാര്യത്തിന് ഇനിയും ഉണ്ടാകണം. ഇത്രയും നേരം ഉണ്ടായിരുന്നതിനേക്കാൾ കുറേയും കൂടി എങ്കിലും നിങ്ങൾക്ക് ഞാൻ വന്നതും ഈ ദൂത് പറഞ്ഞതും പ്രയോജനപ്പെടുകയുള്ളൂ. കേൾക്കൂ. സ്തോത്രം. ഹിപ്പോസ്കാസിസ്, അതാണൊരു വാക്ക്. അത് ഞാൻ ആദ്യം പറയാം. ഹിപ്പോസ്കാസിസ് ആണ്, ആ തരത്തിൽപ്പെട്ട വാഗ്ദത്തമാണ് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നതെങ്കിൽ. ഹിപ്പോസ്കാസിൻ്റെ പ്രത്യേകത, സ്തോത്രം, അത് വാഗ്ദത്തം കേൾക്കുന്നവൻ്റെ ഉത്തരവാദിത്തമാണ് നിറവേറ്റിയെടുക്കാൻ. നിങ്ങളോടൊരു വാഗ്ദത്തം ദൈവം പറഞ്ഞു, പേടിക്കണ്ട, ഞാൻ നിന്നെ, സ്തോത്രം, അല്ലെങ്കിൽ നിൻ്റെ സന്തതിയെ ഇന്ന രാജ്യത്ത് വിട്ട് പഠിപ്പിച്ചോളാം എന്ന് പറഞ്ഞത് ഹിപ്പോസ്കാസസ് എന്ന കാറ്റഗറിയിലാണ് കിടക്കുന്നതെങ്കിൽ, ആ വാഗ്ദത്തം കേട്ട കൊച്ച് അന്നു മുതൽ അത് നിറവേറ്റിയെടുക്കാൻ വേണ്ടി പരിശ്രമിക്കണം. ഇച്ചിരി തെളിച്ച് പറഞ്ഞാൽ, സ്കൂളിൽ പഠിക്കുന്നൊരു കൊച്ചിനോട് നിങ്ങൾ പറയുകയാണ്, 10ൽ പഠിക്കുന്ന കൊച്ചിനോട് പറയുകയാണ്, 10ാം ക്ലാസ്സിലെ പരീക്ഷയിൽ എല്ലാത്തിനും A+ മേടിച്ചാൽ നിനക്കൊരു സൈക്കിൾ മേടിച്ചു തരാം എന്ന് പറഞ്ഞെന്നിരിക്കട്ടെ. അങ്ങനെ പറഞ്ഞാൽ അതൊരു വാഗ്ദത്തമാണ്. ആ വാഗ്ദത്തം ആ ആ വാഗ്ദത്തം ആ കൊച്ചന് കിട്ടണമെങ്കിൽ
അവൻ അന്ന് മുതൽ A+ മേടിക്കാൻ വേണ്ടി ശ്രമിക്കണം, നല്ല സൈക്കിൾ കിട്ടുള്ളൂ. അപ്പോൾ അവൻ ക്രിക്കറ്റ് കളി ഒഴിവാക്കണം, മൊബൈൽ കളി ഒഴിവാക്കണം, രാത്രി പഠിക്കാതെ കിടന്നുള്ള ഉറക്കം ഒഴിവാക്കണം, രാവിലെ എഴുന്നേൽക്കണം, പഠിക്കണം, സമയത്ത് ക്ലാസ്സിൽ പോകണം, അധിക സമയം പഠനത്തിന് ചെലവഴിക്കണം. അങ്ങനെ അവൻ പരിശ്രമിച്ചെങ്കിലേ ഹിപ്പോസ്കാസിസ് നിറവേറുള്ളൂ. എന്നാൽ എപ്പൻഗേലിയോനാണെങ്കിൽ വാഗ്ദത്തം കേൾക്കുന്നവനല്ല, അത് പറയുന്നവനാണ് നിറവേറ്റുന്നത്. സ്തോത്രം. വേദപുസ്തകത്തിലെ ഒരുമാതിരിപ്പെട്ട എല്ലാ വാഗ്ദത്തങ്ങളും എപ്പൻഗേലിയോനാണ്. വാഗ്ദത്തം പറയുന്നത് പ്രവാചകനല്ല, വാഗ്ദത്തം പറയുന്നത് സർവശക്തനാണ്. എപ്പൻഗേലിയോനാണെങ്കിൽ സർവശക്തനായ ദൈവമാണത് നിറവേറ്റുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത്, എത്ര വാഗ്ദത്തങ്ങൾ ദൈവം നിന്നോട് പറഞ്ഞിട്ടുണ്ടായിരിക്കും. നീ ജനിച്ച സാഹചര്യം വെച്ച് നിനക്ക് സ്വപ്നം കാണാൻ പോലും പറ്റുന്നതായിരിക്കുകയല്ല. നീ വളർന്നു വരുന്നതിനേക്കാൾ മുമ്പ് ദൈവമായ കർത്താവ് നിന്നോട് പറഞ്ഞിരിക്കുന്ന കാര്യം നിനക്കൊരിക്കൽ പോലും വിശ്വസിക്കാൻ പറ്റുന്നതായിരിക്കുകയല്ല. നീ യേശുക്രിസ്തുവിനെ രക്ഷകനായി സ്വീകരിച്ച കാലത്ത് നിന്നെ കൊണ്ട് ചെയ്യിപ്പിക്കുമെന്ന് പറഞ്ഞ പല കാര്യങ്ങളും നിനക്ക് വിചാരിക്കാൻ പറ്റുന്നതായിരിക്കുകയല്ല. അതിന് സാധ്യതകളൊന്നുമില്ലെങ്കിലും പറഞ്ഞത് സർവശക്തനാകയാൽ, അല്ല നിന്റെ മേൽ കിടക്കുന്നത് എപ്പൻഗേലിയോനാകയാൽ അത് നിറവേറ്റാൻ അവൻ ജാഗരിക്കാൻ തുടങ്ങും. അതിൻ്റെ തെളിവുകൾ പറയാൻ പോവുക. അതിൽ കൂടെ നിങ്ങൾക്കുള്ള ദൂതം കാണുമെന്ന് വിചാരിക്കും. വേദപുസ്തകത്തിലെ എപ്പൻഗേലിയോനുള്ള ചില ആളുകൾ ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാം. സ്തോത്രം. അബ്രഹാമിൻ്റെ വീട്ടിലേക്ക് ദൈവം ചെല്ലുന്ന ഒരു രംഗമുണ്ട്. ഉൽപ്പത്തി പുസ്തകം 18-ാം അധ്യായം. അവിടെ എഴുതിയിരിക്കുന്നത് എങ്ങനെയാണ്? അനന്തരം യഹോവയായ ദൈവം അബ്രഹാമിന് പ്രത്യക്ഷനായത് എങ്ങനെയെന്നാൽ എന്ന് ചോദിച്ചുകൊണ്ട് ആരംഭിക്കുന്നത്. അങ്ങനെ പ്രത്യക്ഷനായത് 3 പുരുഷന്മാർ. അബ്രഹാം തലപൊക്കി നോക്കുമ്പോൾ 3 പുരുഷന്മാർ കയറി വരുന്നു. കണ്ണിന് വിധേയപ്പെടുന്ന രീതിയിൽ ദൈവം വെളിപ്പെടുകയാണ്. അതാണ് പ്രത്യക്ഷത എന്ന് പറയുന്നത്. സ്തോത്രം. സ്വർഗത്തിലിരിക്കുന്ന തേജോമനായിരിക്കുന്ന വസ്ത്രം ധരിക്കുന്നത് പോലെ വെളിച്ചത്തെ ധരിച്ചിരിക്കുന്ന ദൈവം അതുപോലെ ഇറങ്ങി വന്നാൽ അവൻ്റെ മുമ്പിൽ ആർക്കും നിൽക്കാൻ പറ്റിയല്ല. അതുകൊണ്ട് ദൈവം നമുക്ക് വിധേയപ്പെടുന്ന രീതിയിൽ വെളിപ്പെടും. അങ്ങനെ അബ്രഹാമിൻ്റെ വീട്ടിലേക്ക് ആ കയറി വരുന്ന 3 പേരെ നിങ്ങൾ മനസ്സിൽ കണ്ടേ? ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളൊന്ന് പിക്ചറിൽ കണ്ടേ? ആ 3 പേരും പഞ്ചായത്ത് മെമ്പറും പ്രസിഡന്റൊന്നും അല്ല, ആ നാട്ടിലെങ്ങും താമസിക്കുന്നവരല്ല. അവർ സ്വർഗത്തിൽ നിന്ന് വന്നവരാ. ദൈവമാണാ വരുന്നത്. ആ കാര്യത്തിൽ നിങ്ങൾക്ക് സംശയമുണ്ടോ? ദൈവമാണാ വരുന്നത്. ആളത്വത്തിൽ വരികയാണ്. എനിക്ക് ആ കാര്യത്തിൽ തെല്ലും സംശയമില്ല. കാരണം അബ്രഹാമിൻ്റെ അവിടുത്തെ പരിപാടികൾ കണ്ടാൽ അറിയാം വന്നത് ദൈവമാണെന്ന്. എങ്ങനെ അറിയാം? ഇയാൾ കണ്ട മാത്രയിൽ ഓടിച്ചെന്നിട്ട് ആരാ സ്തോത്രം എവിടെന്നാ ഒന്നും ചോദിക്കുന്നില്ല. അങ്ങനെ വല്ലതും ചോദിക്കുന്നുണ്ടോ? ഇല്ല. കണ്ട മാത്രയിൽ ഓടിച്ചെന്നിട്ട് കാൽക്കൽ വീണ് നിലത്തോളം കുനിഞ്ഞ് നമസ്കരിച്ചു. അബ്രഹാമിനെ പോലത്തെ ഒരാള് ഒരു മനുഷ്യൻ്റെയോ നേതാവിൻ്റെയോ മുമ്പിൽ വീണ് നമസ്കരിക്കുന്നവനല്ല. അവൻ വീണ് നമസ്കരിച്ചെങ്കിൽ എനിക്ക് അതിൽ കൂടുതൽ തെളിവ് വേണ്ട. വന്നത് അവൻ്റെ ദൈവമാണ്. സ്തോത്രം. ദൈവമാണ് വന്നത്. അല്ലെങ്കിൽ വീണ് നമസ്കരിക്കുകയില്ലെന്ന്. ദൈവത്തെ കണ്ട മാത്രയിൽ അബ്രഹാം ഓടിച്ചെന്ന് വീണ് നമസ്കരിച്ചു. എതിരേറ്റ് കൊണ്ടുവന്നു. വീടിനകത്തിരിക്കാൻ സ്ഥലമില്ല, കൂടാരമാണ്. ആ കൂടാരത്തിൻ്റെ പുറത്തൊരു മരം നിൽക്കുന്നുണ്ട്. ആ വൃക്ഷത്തിൻ്റെ ചോട്ടിൽ, തൂത്തുവാരിയിട്ടിരിക്കുന്ന വൃക്ഷത്തിൻ്റെ ചോട്ടിൽ ഒരു ചാക്കോ തടുക്കോ വിരിച്ച് ദൈവത്തെ അവിടെ ഇരുത്തി. നിങ്ങൾ ബാലരമക്കഥ പോലെ കാണരുത്. ലോക ചരിത്രത്തിൽ ഒരു മനുഷ്യന്റെ വീട്ടുമുറ്റത്തെ മരച്ചോട്ടിൽ വന്നിരുന്ന ഈ ദൈവത്തെ പോലൊരു ദൈവം വേറെ ഉണ്ടോ? ഇതുപോലൊരു മനുഷ്യനെ നേടിയെടുക്കാൻ വേണ്ടി അത്രയും താണു വരുന്നൊരു ദൈവത്തെ നിങ്ങൾക്ക് ലോകത്തിൽ കാണിച്ചു തരാൻ പറ്റുമോ? ദൈവത്തെ കയ്യിൽ കിട്ടിയ മാത്രയിൽ സ്തോത്രം എന്തോരം കാര്യങ്ങൾ വേണമെങ്കിൽ ചോദിക്കാൻ പറയാം. 25 കൊല്ലമായി അബ്രഹാം നടക്കാൻ തുടങ്ങിയിട്ട്. 99-ാം വയസ്സിലാ ദൈവം ഇവിടെ വന്നിരിക്കും. 24 കൊല്ലമായി. 75-ാം വയസ്സിൽ യാത്ര തുടങ്ങിയതാ. 24 കൊല്ലം കണ്ടിട്ടില്ല ദൈവത്തെ. അശരീരികൾ പലതും കേട്ടിട്ടുണ്ട്, വാഗ്ദത്തങ്ങൾ കേട്ടിട്ടുണ്ട്. അങ്ങനെ മോനെ തരാം, ഭാവി ഉണ്ടാക്കി തരാം, കാണിപ്പാനിക്ക് ദേശമെല്ലാം എന്നൊക്കെ പറഞ്ഞ് ഇറങ്ങി തിരിച്ചിട്ട് എങ്ങോട്ട് എത്തിയിട്ടുമില്ല, സന്തതിയെ കിട്ടിയിട്ടുമില്ല.
അങ്ങനെ ഒരാളെ കൈ കിട്ടിയപ്പോ ആ മരച്ചോട്ടി പിടിച്ചിരുത്തിയിട്ടൊരു കയറും കൊണ്ട് പിടിച്ച് ആ മരത്തെ കെട്ടിയിട്ട് വേണമെങ്കിൽ മലയാളിയാണെങ്കിൽ പറഞ്ഞാൽ ഇന്ന് ഇവിടെ നിന്ന് വിടണമെങ്കിൽ എന്നോട് പറഞ്ഞ സൂത്രം എല്ലാം തരാതെ വിടിയല്ലെന്ന്. അബ്രഹാം മലയാളി അല്ലാത്തത് കൊണ്ട് സ്വോത്രം. മനസ്സിലായോ? കൈ കിട്ടിയപ്പോൾ തനിക്ക് കിട്ടാത്തതൊക്കെ മറന്നു. തൻ്റെ ദൈവത്തെ മുമ്പിൽ കിട്ടിയപ്പോൾ തനിക്ക് കിട്ടാത്തതെല്ലാം മറന്നു. പിന്നെ അവൻ്റെ മനസ്സിനകത്ത് ദൈവത്തിന് എന്തു കൊടുക്കാമെന്ന് തോന്നലായി. സ്തോത്രം. മനസ്സിലായോ? നിങ്ങളൊന്ന് ചിന്തിച്ചേ, ഒരു നിമിഷങ്ങളും ചിന്തിച്ചേ. സാക്ഷാൽ ദൈവം നിങ്ങളുടെ വീട്ടിലേക്ക് ഒരു ദിവസം വന്നാൽ എന്തായിരിക്കും നമ്മുടെ ഭാവവും ചേഷ്ടയൊക്കെ? സ്തോത്രം. കൂടെ നിന്ന് സെൽഫി എടുക്കാൻ നോക്കുവോ? പെട്ടെന്ന് ഫേസ്ബുക്കിൽ ഇടാൻ നോക്കുവോ? അതേ പാസ്റ്ററെ വിളിച്ച് വരുത്തിയിട്ട് ഇന്നാളാ മറ്റേ പറഞ്ഞതെല്ലാം അങ്ങ് മേടിച്ചു തരാൻ വേണ്ടി പറയും. എന്തായിരിക്കും നമ്മുടെ വെപ്രാളം? ഒരാത്മീകൻ ദൈവത്തിൻ്റെ സാന്നിധ്യം കണ്ടാൽ എന്ത് കിട്ടുമെന്നല്ല, എന്തു കൊടുക്കാമെന്ന് വിചാരിക്കും. എല്ലാം മറന്നു. അവിടെ ഇരുത്തിയിട്ട് പറഞ്ഞ ഈ മരത്തിൻ്റെ ചോട്ടിലേക്ക് ഇരിക്കുക, ഒരു മുറി അപ്പം കൊണ്ടുവരാം, അസാരം വെള്ളം കൊണ്ടുവന്ന് ഞാൻ കാല് കഴുകാം, വിശപ്പടക്കിയിട്ട് പോകാം. ഇതിനായിട്ടല്ലേ അടിയൻ്റെ വീട്ടിലേക്ക് ഇപ്പം കയറി വന്നത്. അങ്ങനെ അവിടെ എഴുതിയിരിക്കുന്നത് നോക്കി. ഒന്ന് അധികം ദൈവത്തോട് പറയുക, എനിക്കെന്തെങ്കിലും തന്നിട്ടേ പോകാവേ. എന്നോട് ഒരുപാട് ഇനിയൊന്നും പറയുന്ന നടത്തിപ്പിൽ വരുത്തിയിട്ടേ പോകാവേ എന്നല്ല പറഞ്ഞത്. ഞാൻ ഒരു മുറി അപ്പം കൊണ്ടുവരാം. അപ്പോൾ ദൈവം പറഞ്ഞു, എനിക്ക് ബിസിയാണ്, ഞാൻ അങ്ങനെ നാട്ടുകാരുടെ അപ്പം തിന്നാൻ വന്നവനല്ല, അങ്ങനെ പപ്സ് പണ്ടൊന്നും ഞാൻ തിന്നത്തില്ല, ഉണ്ട് നിന്നെ കാണാൻ വന്നത്. ഇതിൽ പോയപ്പോൾ അങ്ങനെയൊന്നും അല്ല വന്നത്, ഇതിൽ പോയപ്പോൾ കയറിയതല്ല, നിൻ്റെ അടുക്കിലേക്ക് തന്നെ വന്നതാണ്. ദൈവം പറഞ്ഞു, നീ പറഞ്ഞതുപോലെ ആകട്ടെ. ഇങ്ങനെ ദൈവം ഇരുന്ന് ലോകത്തിൽ അതിങ്ങനെ ദൈവം ഇറങ്ങി വന്നിട്ടില്ല. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഞങ്ങൾ ഉപദേശിമാരെ പോലെ പോയ വഴി കയറിയതാണെന്ന് പറഞ്ഞ് കയറുന്നവനല്ല ഈ ദൈവം. അങ്ങനെ കുറേ ഉപദേശിമാരുണ്ട്. കൊട്ടാരക്കര ഉണ്ടോയെന്ന് അറിയില്ല, ഞങ്ങളുടെ നാട്ടിലുണ്ട്. സത്യം. പോയ വഴി എന്ന് കയറിയതാണ്. പോയ വഴി, അങ്ങനെ പോയ വഴി കയറുന്നവനല്ല ദൈവം, ഇങ്ങോട്ട് തന്നെ വന്നതാ. എന്തുകൊണ്ട് അങ്ങനെ വരേണ്ടി വന്നു? അതറിയണമെങ്കിൽ 17-ാം അധ്യായം പഠിക്കണം. 17-ാം അധ്യായത്തിനകത്ത് ദൈവം അബ്രഹാമും കൂടി ഇതുപോലെ കാണുന്നില്ലെങ്കിലും സംഭാഷണം നടക്കുന്നുണ്ട്. 17-ാം അധ്യായത്തിൽ ഇശ്മായേലിനെ കൊണ്ട് ദൈവത്തിൻ്റെ അടുക്കൽ ചെല്ലുകയാണ് അബ്രഹാം. 17-ാം അധ്യായത്തിൽ ഇശ്മായേലിനെ കൊണ്ട് ദൈവത്തിൻ്റെ അടുക്കൽ ചെല്ലുക. ഇശ്മായേലിനിപ്പോൾ സ്വോത്രം കൊച്ചി ഇറക്കുന്നതല്ല, നല്ല പ്രായമായിട്ടുണ്ട്. 10-12 വയസ്സ് പ്രായമുണ്ട്. 12 വയസ്സ് പ്രായമുള്ള ചെറുക്കനെയും കൊണ്ട് ദൈവത്തിന് മുമ്പിൽ ചെന്ന് വെട്ടു. ആ രംഗം ഒന്ന് നിങ്ങൾ ഓർത്ത് നോക്കി. സ്തോത്രം. അങ്ങനെ ചെന്ന് വെട്ടുവഴി അബ്രഹാം പെട്ടെന്ന് അവിടെ വെച്ച് പറയുന്നു, അയ്യോ ദൈവമേ, ഒരു സ്തോത്ര പ്രാർത്ഥന പോലും നടത്താൻ പറ്റിയില്ല, ഞങ്ങൾക്ക് കുഞ്ഞിനെ ജനിച്ചു, സ്തോത്രം, അവനെ കിട്ടിയിട്ട് അങ്ങനെ ഒന്ന് കാണാൻ പോലും പറ്റിയില്ല, ഞാൻ തിരക്കായി പോയി എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പറഞ്ഞു നിൽക്കുന്ന വഴി ഇവനെ കാണിച്ചു തന്നത്, സ്തോത്രം, അങ്ങ് പറഞ്ഞല്ലോ ഇശ്മായിൽ, സാറയ്ക്കും കുഴപ്പമില്ല, എനിക്കും കുഴപ്പമില്ല, അങ്ങനെ ഞങ്ങൾക്ക് സന്തതിയെ കിട്ടിയല്ലോ എന്ന് പറഞ്ഞപ്പോൾ ദൈവം എൻ്റെ മുഖത്തേക്ക് നോക്കിയിട്ട് പറഞ്ഞു, നിന്റെ സന്തതി ഇവണ്ണം ഇരിക്കുമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ? അത് ഇതുപോലല്ല. വാഗ്ദത്ത സന്തതിയുടെ രൂപം ഇതല്ല. ഇങ്ങനെയല്ല അവൻ ഇരിക്കേണ്ടത്. ഇത് നീ എങ്ങനെന്ന് ഉണ്ടാക്കിക്കൊണ്ട് വന്ന സാധനമാണ്. കാരണം ഇത് യഹൂദനെന്ന് വന്ന് പറയാൻ പറ്റുമെന്നറിയില്ല, എന്നാലും യഹൂദനായ നീയും മിസ്രയീം സ്ത്രീ ആയിരിക്കുന്ന ഹാഗാറും കൂടി സങ്കരമായിട്ടുണ്ടായതാ. ഇത് സ്തോത്രം ഒരു രണ്ടും കെട്ട സാധനമാണ്. ഇത് വാഗ്ദത്ത സന്തതിയല്ല. ഇവണ്ണം എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം എന്താ? ഇവണ്ണം അതൊരു മോഡലാണ്. ഇവണ്ണം എന്ന് പറഞ്ഞാൽ മോഡലാ. അപ്പൊ ദൈവം പറഞ്ഞു, ഞാൻ തരാനിരിക്കുന്ന സന്തതി ഒരു മോഡൽ ബോയ് ആയിരിക്കും. ഇവണ്ണം. സ്തോത്രം. ഇവിടെ ദൈവമാണ് ഒരു സഭ സ്ഥാപിക്കണമെങ്കിൽ ദൈവത്തിന് അതിൻ്റെ ഒരു മോഡലുണ്ടെന്ന്. ഇവണ്ണം അതിന് കയറി വരും, അതിൽ കണ്ണ് വെക്കണം. കർത്താവ് ഒന്ന് കണ്ടിട്ടുണ്ട്. അതുപോലിരിക്കും നിന്റെ സഭ, അതുപോലിരിക്കും നിന്റെ ശുശ്രൂഷ, അതുപോലിരിക്കും നിന്റെ ചർച്ച് ഹാൾ, അതുപോലിരിക്കും നിന്റെ സ്റ്റൈല്. അതാ ദൈവമല്ല, ചുമ്മാ നീ തട്ടിക്കൂട്ടിക്കൊണ്ട് വരുന്ന അല്ല സംഭവം. നിങ്ങൾക്ക് പിടി കിട്ടുന്നുണ്ടോ? വിഷമം തോന്നുന്നുണ്ടോ? വിഷമം തോന്നണമെങ്കിൽ ഇറക്കി വിടുക, നിവൃത്തിയുള്ളൂ. സ്വോത്രം പറഞ്ഞിട്ടുണ്ടല്ല, വേറെ വഴിയില്ല. ആത്മീക ജീവിതത്തിന് ദൈവം പറഞ്ഞൊരു മോഡലുണ്ട്. അതുപോലെ വേണം. ആ കണ്ട മാതൃക. എത്ര വാക്യം നിങ്ങൾക്ക് വേണം?
പർവ്വതത്തിൽ വെച്ച് മോശയ്ക്ക് കാണിച്ചു കൊടുത്തു. ചുമ്മാ തടി വെട്ടിക്കൊണ്ട് വന്നിട്ട് അറുത്ത് നിന്റെ അളവിൽ പണിയാൻ പറ്റിയല്ല, ഈ വണ്ണം വേണം. പർവ്വതത്തിൽ വെച്ച് കാണിച്ചു തന്ന മാതൃക പ്രകാരം വേണം. നോഹയോട് പെട്ടകം പണിയാൻ പറഞ്ഞപ്പോ എന്താ പറഞ്ഞേ? അപ്പനും മക്കളും കൂടി ഒക്കുന്നിടത്തോളം നീളത്തിലങ്ങ് ചെയ്യുക, അങ്ങനെയാണോ പറഞ്ഞത്? അല്ല, തടിയൊക്കെ കിട്ടാനുണ്ടെങ്കിൽ കിട്ടുന്നതിൻ്റെ അനുസരിച്ച് അങ്ങ് പൊക്കം കൂട്ടും, അങ്ങനെ പറഞ്ഞോ? ഇല്ല, ഈ വണ്ണം. തമ്പുരാൻ എന്ത് പ്ലാൻ ചെയ്താലും അത് പ്രത്യക്ഷമാകുന്നതിനേക്കാൾ മുമ്പ് അതിൻ്റെ മാസ്റ്റർ പ്ലാൻ അവൻ്റെ കയ്യിലുണ്ട്. ലോക്കൽ സഭയെക്കുറിച്ചൊക്കെ ഞാൻ അങ്ങയോട് പറയാം കേട്ടോ, നമ്മൾ അത് തന്നെ വരണമെന്ന് പറയണം. ഇവിടെ ഞാൻ രാവിലെ പറഞ്ഞല്ലോ, കാട്ടിലാണെങ്കിലും മേട്ടിലാണെങ്കിലും വണ്ടിയും വെള്ളം വരാത്ത സ്ഥലത്താണെങ്കിലും സ്വർഗം ഒരു സഭയെ നടുമ്പോൾ അവൻ്റെ കയ്യിൽ ഒരു പ്ലാൻ ഉണ്ട്. അവണ്ണം വരണം ഇവിടെ സഭ. സ്തോത്രം. അത് ദൈവത്തിൻ്റെ അല്ല പ്ലാൻ, ഞങ്ങളുടെ അല്ലെന്ന്. ഇതിൻ്റെ പലകകളും തൂണുകളൊക്കെ ആരായിരിക്കണം, അവരെവിടെ നിന്ന് വരണം, ഇതൊക്കെ അവൻ്റെ കയ്യിലുണ്ട്. 17-ാം അധ്യായത്തിനകത്ത് ഇശ്മായേലിനെ കൊണ്ട് വന്നിട്ട് ദേ സ്തോത്രം ദൈവം പറഞ്ഞതാന്ന് പറഞ്ഞു. ദൈവം ഇതല്ല സാധനം, ഇതല്ല. ഞാൻ നിന്നോട് പറഞ്ഞ സന്തതി ഇവണ്ണം ഇരിക്കുമെന്ന് പറഞ്ഞിട്ടില്ലേ എന്ന് പറഞ്ഞാൽ ഒരു മോഡലുണ്ട്. പിന്നെ മുടി കണ്ടില്ലേ, വാഗ്ദത്ത സന്തതി ഇങ്ങനെയല്ല ഇരിക്കണ്ടേ. പിന്നെ മൂക്ക് കണ്ടില്ലേ, ഇങ്ങനെയല്ല ഇരിക്കണ്ടേ. അപ്പം ഈ അബ്രഹാം ഒരു അങ്ങ് മാനസികമായിട്ട് ഭാരപ്പെട്ട് ആ വിഷമത്തോടു കൂടി ഒരു വാക്ക് പറഞ്ഞ ദൈവത്തോട്. 17-ാം അധ്യായം ഒരിക്കലെങ്കിലും വായിച്ചിട്ടുള്ളവർക്ക് അത് മനസ്സിലാകും. അതിങ്ങനെയാണ് പറഞ്ഞത്: ദൈവമേ, ഈ ഇശ്മായേൽ നിന്റെ മുമ്പാകെ ജീവിച്ചിരുന്നാൽ മതി. 17-ലുണ്ട് അല്ലേ? ഇശ്മായേൽ നിന്റെ മുമ്പാകെ ജീവിച്ചിരുന്നാൽ, ആ പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ? മോഡലും കൂടുതലൊക്കെ നിന്റെ ഇരിക്കുക, എന്നെ കൊണ്ട് പറ്റിയല്ല. ഇനി ഇപ്പം ഞങ്ങളെ സംബന്ധിച്ചോളം ഇവൻ ജീവിച്ചിരുന്നാൽ മതി അല്ലേ പറഞ്ഞതിൻ്റെ അർത്ഥം. ഇനിയിപ്പോൾ സ്തോത്രം കാത്തിരിക്കാനും ഇനി ഇത് പോയി സാറോട് പറയാനെന്നുള്ള ആംബിയർ എനിക്കില്ല. അതല്ലേ പറഞ്ഞതിൻ്റെ അർത്ഥം. അവൻ നിന്റെ മുമ്പാകെ ജീവിച്ചിരുന്നാൽ മതി. സ്തോത്രം. ദൈവം പറഞ്ഞു നിനക്കത് മതിയായിരിക്കും. ഞാൻ നിന്നെ വിളിച്ചിറക്കിയത് നിനക്ക് ബോധിച്ചതുപോലത്തെ ഇശ്മായേലിനെ കൊണ്ടുവന്ന് ഇവിടെ പ്രതിഷ്ഠിക്കാനല്ല. ഞാൻ നിന്നെ വിളിച്ചിറക്കിയത് സ്തോത്ര ഇസഹാക്കിനെ കൊണ്ടുവരാനാണ്. ഇവണ്ണം ഒരെണ്ണം പുറത്തു വരണം. ദൈവം പറഞ്ഞു നീ കുറച്ചുകൂടെ നിഷ്കളങ്കനാകണം കേട്ടോ അല്ലേ? ആ അധ്യായത്തിൽ നിങ്ങൾ തുറന്നാണ് വെച്ചിരിക്കുന്നത്. 17-ാം അധ്യായം തുടക്കത്തിൽ എന്താ എഴുതിയിരിക്കുന്നത്? 18-ാം വാക്യത്തിലാണ് ഇശ്മായേലിന് മുമ്പ് ജീവിച്ചാൽ മതി. ആ അധ്യായം തുടങ്ങുന്നത് എങ്ങനെ? 17-ന്റെ 1 തുടങ്ങുന്നത് എങ്ങനെ? വയസ്സായപ്പോൾ അടുത്തത് അവനോട് അങ്ങനെ ഒരു കാര്യം പറയാം. പറഞ്ഞോടെ അബ്രാഹാം ഞാനൊരു കാര്യം പറയാം. ഇപ്പം ഞാൻ വന്നിരിക്കുന്നതിനാ, നീ കുറച്ചുകൂടെ നിഷ്കളങ്കന. അതിൻ്റെ അർത്ഥം എന്താ? ചില വളപ്പ് എന്തോ വരുന്നുണ്ട് എൻ്റെ കയ്യിൽ. അതുകൊണ്ട് ദൈവം പറയാ നീ എൻ്റെ മുമ്പാകെ നിഷ്കളങ്കനായി നടക്കണം. അതിൻ്റെ ചില കാര്യങ്ങളൊക്കെ അതിനകത്ത് പോകാൻ നേരമില്ല നമുക്ക്. ഞാൻ വാഗ്ദത്തത്തിൽ കൊണ്ട് നിർത്തണമല്ലോ. ദൈവം പറഞ്ഞു നിനക്ക് ഇശ്മായേൽ മതിയായിരിക്കും, സാറയ്ക്ക് മതിയായിരിക്കും, പക്ഷെ എനിക്കത് പോരാ. നിന്നെ 24 കൊല്ലം കളയാതെ കാത്തു സൂക്ഷിച്ചു കൊണ്ടു നടന്നത്, അസാധാരണ ശക്തി തന്നത്, മറ്റൊരുത്തൻ തൊടാതെ നിന്നെ സൂക്ഷിച്ചത്, ദുഷ്ടൻ കാണാതെ മറച്ചത്, അന്ധകാര ശക്തികൾക്ക് തൊടാൻ പറ്റാതെ നിന്നെ കാത്തത്, നിന്നെ രാജാക്കന്മാരുടെ മുമ്പിൽ നിർത്തിയത്, സ്വത്രം നീ ചെന്നിടത്തൊന്നും നിനക്ക് തോൽവി വരാതെ ജയം നൽകിയത്, നിന്നിലൂടെ ഇസഹാക്ക് വരാനാണ്. അവിടെ വെച്ച് എൻ്റെ ഒരു നിരീക്ഷണം, അത്ര സംതൃപ്തിയോടല്ല അബ്രഹാം തിരിച്ചുപോയത്. ഇത് കഴിഞ്ഞ് പെട്ടെന്ന് ദൈവത്തിന് മനസ്സിലായി അബ്രഹാം അങ്ങ് ഫെട്ടപ്പായിട്ടുണ്ട്, മനസ്സ് തളർന്നിട്ടുണ്ട്. അതുകൊണ്ട് ദൈവം എന്ത് ചെയ്തു? അവിടെയൊക്കെ ദൈവത്തിൻ്റെ ആ കാരുണ്യം ഓർത്ത് കരഞ്ഞിട്ടുണ്ട് ഞാൻ. അതുകൊണ്ട് ദൈവം പുകഞ്ഞ കൊള്ളി പുറത്ത് നിന്നെ കാണിച്ചു തരടാ എന്നൊരു നയ അല്ല എടുത്തത്. അടുത്ത ദിവസം ദൈവം അങ്ങ് വരിക വീട്ടിലേക്ക്. ഇന്നലെ കണ്ടപ്പോൾ പറഞ്ഞ വിഷമമൊന്നും പ്രകടിപ്പിക്കാതെ അബ്രഹാം സ്തോത്രം
ഇന്നലെ പറഞ്ഞ എൻ്റെ ബാക്കി പറയാനായിരിക്കും വന്നിരിക്കുന്നത്. നീ എന്നെയൊക്കെയാണോ കെട്ടി ഏൽപ്പിക്കാൻ പോകുന്നത് എന്ന് മുഖം വീർപ്പിച്ചിരിക്കുകയല്ലായിരുന്നല്ലോ. കാലക്ക് ചെന്ന് പറഞ്ഞു, ഇരിക്ക്, ഞാൻ ഒരു മുറി അപ്പം കൊണ്ടുവരാം, കാല് കഴുകാം, വിശപ്പടക്കിട്ട് പോകാം. ഇത് പറയുമ്പോൾ ആ മരത്തിൻ്റെ ചോട്ടിലിരിക്കുക. അബ്രഹാം പുറകിലേക്ക് ഓടി സാറയോട് പറഞ്ഞു, 3 അടങ്ങഴി മാവിൻ്റെ അപ്പം ഉണ്ടാക്ക്. ഒരു ബാലിക്കാരനോട് പറഞ്ഞു, ഏറ്റവും തടിപ്പിച്ചൊരു കാളയൊക്കെ ഒന്ന് ഇറച്ചി ഉണ്ടാക്ക്. ഇനി നിങ്ങളോട് ഞാൻ ചോദിക്കുന്നു, 3 അടങ്ങഴി മാവിൻ്റെ അപ്പം ഉണ്ടാക്കാൻ എത്ര നേരം പിടിക്കും? ഇൻഡക്ഷൻ കുക്കറില്ലാത്ത, ഗ്യാസ് ഇല്ലാത്ത ആ കാലത്ത്, നോൺ സ്റ്റിക്ക് പാത്രം ഇല്ലാത്ത ആ കാലത്ത് വിറക് കീറി കൂടാരത്തിൻ്റെ പുറകിൽ കത്തിച്ച് 3 അടങ്ങഴി മാവിൻ്റെ അപ്പം എന്ന് പറഞ്ഞാൽ എന്തോരം ഉണ്ടമ്മച്ചി? ഒരടങ്ങഴി എത്രയാ? 3 നാഴിയാ അല്ലേ? 3 4 4 നാഴിയാ. അങ്ങനെയാണെങ്കിൽ 12 നാഴി മാവിൻ്റെ അപ്പം ഉണ്ടാക്കണമെങ്കിൽ ഒരു കൊച്ചു മാമോദീസയ്ക്കുള്ള അപ്പം ഉണ്ട്. അത് ഒരു വീട്ടിലേക്ക് അത്ര അപ്പം വേണോ? അത്ര അപ്പം ഉണ്ടാക്കണമെങ്കിൽ സമയം എത്ര എടുക്കും? ഒരു കാളയെ കൊന്ന് തോലുരിച്ചതിന് മാംസം തുണ്ടമായി മുറിച്ച് അതിനെ പാകം ചെയ്യണമെങ്കിൽ എത്ര നേരം എടുക്കും? 2 മണിക്കൂർ മിനിമം കൂട്ടാം. 2 മണിക്കൂർ. ഇത്രയും നേരം അബ്രഹാമിൻ്റെ വീട്ടിൽ കൂടാരത്തിൻ്റെ പുറകിൽ കൽച്ചട്ടിയിൽ കാളയിറച്ചി വേവുന്നത് വരെയും ഈ മരച്ചോട്ടിലിരിക്കുന്ന സനാതനനായ ദൈവത്തെ നിങ്ങൾക്ക് കണ്ടാൽ നിങ്ങൾക്ക് കരഞ്ഞാരാധിക്കാതിരിക്കാൻ പറ്റുമോ? ദൈവം വന്നിരിക്കുക ഈ മരത്തിൻ്റെ ചോട്ടിൽ. ഞാനതൊക്കെ വായിക്കുമ്പോൾ പിക്ചറൈസ് ചെയ്ത് ഭാവനയിൽ കണ്ടുകൊണ്ട് വായിക്കുന്നത്. ഞാനിത് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഈ വീട്ടിൽ വന്ന് ഞാൻ ആരാധിക്കുന്ന എൻ്റെ ദൈവം, ഞാൻ ചങ്ക് പൊട്ടി തൊണ്ണ പൊട്ടി പ്രസംഗിക്കുന്ന തേജോമയനായ ദൈവം ഒരു കൂടാരവാതിക്കൽ ഇറച്ചിക്കലത്തിന് കീഴെ ഇറച്ചി വേവുന്നത് പുകയടിച്ചിരിക്കുന്നത് കണ്ടപ്പോൾ ഞാൻ ദൈവത്തോട് ചോദിച്ചു, എന്നാ പണിയായി കാണിക്കുന്നത്? ഞങ്ങൾ ആരാധിക്കുന്ന ദൈവം ഇവിടെ വന്ന് വീട്ടുവാതിക്കൽ വന്ന് അപ്പം ഇറച്ചിയും വേവാൻ വേണ്ടി കാത്തിരിക്കുന്നു. അങ്ങെന്തായി കാണിക്കുന്നേ? നിങ്ങൾക്കതിൻ്റെ ഫീല് കിട്ടിയില്ല. കിട്ടിയാൽ ഞാനിത് വായിച്ച് എന്തോരം കരഞ്ഞിട്ടുണ്ടെന്നറിയാമോ? ആദ്യം ഇത് പഠിച്ച സമയത്തൊക്കെ. എനിക്ക് അപ്പനുണ്ട്, ഞാൻ വലിയ പാസ്റ്ററാണ്, ടി വിയിലൊക്കെ പ്രസംഗിക്കാന്ന് പറഞ്ഞ് നടക്കുക. നിങ്ങളോട് പറയുമ്പോഴൊക്കെ വലിയ ആളാന്നാണ് നിങ്ങളുടെ പാസ്റ്റർ പറഞ്ഞ്. പക്ഷെ ഞാനൊരിക്കൽ എൻ്റെ അപ്പനെ കാണാൻ വേണ്ടി അവർ താമസിക്കുന്ന വീട്ടിൽ ചെല്ലുക. വീട്ടിൽ ചെന്ന് ബെല്ലടിച്ചപ്പോൾ അവിടെ ഇല്ല. ഞാൻ അടുക്കള അപ്പയെന്ന് വിളിച്ചു, അവർ കാണാനില്ല. എന്നെ ഉറക്കം വിളിച്ചു, അപ്പാ വിളിച്ചപ്പോൾ അപ്പുറത്തെ വീട്ടിലെ ഹൈന്ദവരായ ചേട്ടനും ചേച്ചിയും താമസിക്കുന്ന അവരുടെ വീട്ടിൽ നിന്ന് വിളി കേട്ടു. ഞാൻ നേരെ അങ്ങോട്ട് ചെന്നു. അവിടെ ചെന്നപ്പോൾ അവരുടെ അടുക്കളയുടെ പുറകിൽ ഒരു ഉരലിൻ്റെ പുറത്ത് എൻ്റെ അപ്പൻ ഇരിക്കുക. ഞാൻ ചോദിച്ചപ്പോൾ അപ്പൻ ഇവിടെ വന്നിരിക്കുന്നത്? അപ്പൻ എന്നോട് പറയുക, വിശന്നിട്ട് വയ്യ. ഇവിടെ വന്ന് ചോദിച്ചപ്പോൾ ചേച്ചി പറഞ്ഞു കപ്പ പുഴുങ്ങി തരാമെന്ന് പറഞ്ഞു. അവർ കപ്പ പുഴുങ്ങാൻ വെച്ചിരിക്കുക, കഴിക്കാൻ വേണ്ടി ഇവിടെ ഇരിക്കുക എന്ന് പറഞ്ഞാൽ പിന്നെ ഞാൻ എന്നാ ഷാജി പാസ്റ്ററാ? മനസ്സിലായോ? അപ്പന് വിശന്നിട്ട് ഒരു നേരത്തെ ആഹാരം കൊടുക്കാനില്ലാതെ വല്ലോ അന്യജാതിക്കാരുണ്ട് അവരുടെ അടുത്ത് നിന്ന് കപ്പ മേടിച്ചെന്ന് തെറ്റാന്നല്ല ഞാൻ പറയുന്നത്. എങ്കിലും അവരുടെ ഒല്ലിൻ്റെ പുറത്ത് കയറി കപ്പ വേകുന്നവരെ കാത്തിരിക്കുന്ന ഒരു അപ്പൻ വയറും പൊത്തിപ്പിടിച്ചിരിക്കുന്നത് കണ്ടാൽ ഒരു ഫീലും ഉണ്ടാവൂലേ? അതുപോലത്തെ ഒരു ഫീലാണ് എനിക്കുണ്ടായത്. ഇപ്പോഴും പറഞ്ഞാൽ ഞാൻ ചിലപ്പോൾ കരഞ്ഞു പോവും. എൻ്റെ ദൈവം സ്വർഗം വിട്ട് ഒരിക്കൽ ഈ സർവശക്തൻ പറഞ്ഞു, എനിക്ക് വിശന്നാൽ ഞാൻ നിന്നോട് ചോദിക്കുമോ? കരയുന്ന കാക്ക കുഞ്ഞുങ്ങൾക്ക് ഞാനല്ലേ ആഹാരം കൊടുക്കുന്നേ? കാട്ടിലെ സകല മൃഗങ്ങളും എന്റേതല്ലേ എന്ന് കോളറ് പിടിച്ച് ചോദിച്ച ദൈവം ഇപ്പൊ അപ്പം തിന്നാൻ വന്നിരിക്കുന്നു. ഞാൻ പറഞ്ഞു, എന്താ കർത്താവ് കാണിക്കുന്നേ? അമ്മയുടെ തോപ്പിൽ വാടകയ്ക്ക് പോലുമല്ല, പരദേശിയായി കൂടാരവളപ്പിൽ താമസിക്കുന്ന ഈ മനുഷ്യൻ്റെ വീട്ടുവാതിക്കൽ ഒരു മുറി പോലും ഇല്ല. പാസ്റ്ററായ എന്നെ ഇന്ന് കൊണ്ടുകിടത്തി എത്ര സുന്ദരം വീട്ടിൽ, എത്ര നല്ല മുറിയിലാ എനിക്ക് ആഹാരം തന്ന, എത്ര നല്ല ടേബിളിൽ വെച്ചാ. അതുപോലും ഇല്ലാത്തൊരു മനുഷ്യൻ്റെ മരച്ചോട്ടിലിരുന്ന് ആഹാരം കഴിക്കാൻ അഖിലാണ്ട സൃഷ്ടാവ് ഇറങ്ങി വന്ന് കാത്തിരിക്കുന്നു എന്ന് പറയുന്നത്, അയ്യോ നിങ്ങൾക്കത് മനസ്സിലായോ എന്നറിയില്ല. അതുപോലത്തെ ചങ്കടിപ്പാണ് എനിക്കുണ്ടായത്. ഹല്ലേലൂയ, സ്തോത്രം. ഞാൻ ചോദിച്ചപ്പോൾ ദൈവം എന്നോട് പറഞ്ഞു, നീ മിണ്ടരുത്. ദൈവം വൈകാരികതയിലാ, ഭയങ്കര ഫീലിങ്ങിലാ. ദൈവം പറഞ്ഞു മിണ്ടരുത്, ഇപ്പം അതും ഇതും പറയരുത്, ഇവിടെ നിൽക്കാൻ പറഞ്ഞു.
കുറച്ചു നേരം കഴിഞ്ഞ് ആഹാരമെല്ലാം കൊണ്ടുവച്ച് വയറ് നിറച്ച് കഴിച്ച് കൈ കഴുകി തിരിച്ചു വന്നപ്പോൾ ദൈവം ചോദിച്ചു, സാറേ എന്തേ? അബ്രഹാം പറഞ്ഞു, കൂടാരത്തിൻ്റെ പുറകിൽ. വിളിക്കാൻ പറഞ്ഞു. വിളിച്ചിട്ട് പറഞ്ഞു, അടുത്ത കൊല്ലം ഈ സമയം ഞാൻ വരും. അന്ന് നിന്റെ വാഗ്ദത്ത വിഷയമുണ്ടല്ലോ, അന്ന് എൻ്റെ കയ്യിൽ തന്നിരിക്കും. സ്തോത്രം, ഹല്ലേലൂയ. ഞാൻ വീണ്ടും ചോദിച്ചു, അങ്ങനെ തന്നെ ഇവിടെ വന്നിരുന്നത്? അന്നേരം ദൈവം എന്നോട് പറഞ്ഞു, ഇവൻ്റെ മേലൊരു എപ്പൻഗേലിയോൻ കിടക്കുന്നുണ്ട്. അത് ഹിപ്പോസ്കാസിസ് അല്ല, വേണമെങ്കിൽ നടക്കട്ടെ എന്നല്ല, അവൻ തള്ളിക്കൂട്ടി ഉണ്ടാക്കേണ്ടതല്ല. അവനോട് ഞാൻ പറഞ്ഞു, നിന്റെ സന്തതി ആകാശത്തിലെ നക്ഷത്രം പോലെ കടൽക്കരയിലെ മണൽത്തരി പോലെ ഉണ്ടാകും, നീ പേടിക്കണ്ട എന്ന് പറഞ്ഞതൊരു എപ്പൻഗേലിയോനാണ്. അത് നിറവേറ്റാതെ എനിക്ക് ഇവനെ തിരിച്ചു വിളിക്കാൻ പറ്റില്ല. ഇവൻ നിരാശനാകാൻ തുടങ്ങി, ഇവൻ അഡ്ജസ്റ്റ്മെന്റുകളിലേക്ക് പോകാൻ തുടങ്ങി. അതുകൊണ്ട് എനിക്ക് എപ്പൻഗേലിയോൻ നിറവേറ്റാതിരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ സ്വർഗം വിട്ടിറങ്ങി വന്നിരിക്കുക. എനിക്കിവിടെ ഇറച്ചിയൊന്നും അല്ല വിഷയം. ഞാൻ അവനെ പോലെ അങ്ങ് താഴുക. കാരണം എനിക്ക് ഇവൻ്റെ മേൽ കിടക്കുന്ന എപ്പൻഗേലിയോൻ നിറവേറ്റണം. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? നിന്റെ മേലൊരു എപ്പൻഗേലിയോൻ ഉണ്ടെങ്കിൽ ദൈവത്തിൻ്റെ ആദ്യത്തെ നടപടി അവൻ നിനക്ക് വേണ്ടി താണുവരും. അത് നിറവേറാൻ വേണ്ടി നിനക്ക് കൂട്ടിരിക്കും. നീ പറയുന്നതൊക്കെ കേൾക്കും. നിന്റെ വീട്ടുവാതൊക്കെ വന്നിരുന്ന് നീ ചെയ്യാമെന്ന് പറയുന്നതൊക്കെ അവൻ കേൾക്കും. ഇന്ന് പകൽക്കാലം, ഇന്ന് രാത്രിക്കാലം പറയാം, ദൈവസഭയ്ക്കകത്ത് എപ്പൻഗേലിയോൻ കിടക്കുന്നുണ്ട്. ഈ നാട്ടുകാരും മുഴുവൻ ഹല്ലേലൂയ വിരോധമായി പന്തം കൊളുത്തി പോരാടിയാലും ദൈവം ഇറങ്ങി വരുന്ന ദിവസങ്ങളുണ്ട്. നീ മനസ്സുമെടുക്കുമ്പോൾ, നീ തളരുമ്പോൾ, കഴിഞ്ഞ 25 വർഷങ്ങൾക്കിടയിൽ സഭാ ജീവിതത്തിൽ എത്രയോ പ്രാവശ്യം അബ്രഹാമിനെ പോലെ മതി, എന്നെ കൊണ്ട് വയ്യ, മതി എന്ന് പറഞ്ഞപ്പോൾ എന്റെ അടുക്കൽ ഇറങ്ങി വന്നത് ഒരു ഉപദേശിയല്ല. എന്റെ ദൈവം വന്നിട്ട് പറഞ്ഞു, ഇല്ലടാ, നീ മടുക്കരുത്, നിന്റെ മേലൊരു എപ്പൻഗേലിയോനുണ്ട്. അത് ഫുൾഫിൽമെന്റിൽ എത്തുവോളം ഞാൻ നിന്നെ വിടിയേല, നിന്നെ ഒഴിഞ്ഞു മാറാൻ സമ്മതിക്കുകയല്ല. നീ എന്തൊഴിവൊഴിവ് പറഞ്ഞാലും ഞാൻ നിന്നെ വിടിയേല. പിന്നീട് ഞാൻ വേദപുസ്തകം വായിച്ചപ്പോൾ കണ്ടു, ഉൽപ്പത്തി പുസ്തകത്തിനകത്ത്, ഇനിയും വേഗത്തിൽ പറഞ്ഞു വിടാം, സ്തോത്രം, യോസേപ്പിന്റെ ചരിത്രത്തിൽ കണ്ടു. ആ വാക്യം ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, സ്തോത്രം, 20 വെള്ളിക്കാശിന് യോസേപ്പിനെ വിറ്റു. വിറ്റിട്ട് പൊത്തിഫേറിന്റെ വീട്ടിൽ അടിമയാക്കി. കേട്ടോളുക, അവിടുത്തെ സംഭവങ്ങൾ അവനെ ജയിലിൽ കൊണ്ടെത്തിച്ചു. ഉൽപ്പത്തിയിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നൊരു വാക്കുണ്ട്. ആ വാക്ക് ഇപ്രകാരമാണ്, സ്തോത്രം, യോസേപ്പ് കാരാഗ്രഹത്തിൽ കടന്നു, ദൈവം അവനോടുകൂടെ ഇരുന്നു. ഞാൻ പറഞ്ഞല്ലോ, സാധാരണക്കാരൻ്റെ വാക്കിലേക്ക് കൊച്ചു കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുന്ന പോലെ ഞാൻ ആ വാക്യത്തെ കൊണ്ടുവരിക. യോസേപ്പ് ജയിലിൽ കിടന്നു, ദൈവം അവനോടുകൂടെ ഇരുന്നു. അത് ഞാൻ വായിച്ചപ്പോൾ രംഗമായി കാണുക. കാരാഗ്രഹത്തിനകത്ത് ജയിൽ വസ്ത്രം ധരിച്ച് കുറ്റവാളിയായി, പ്രത്യേകിച്ച് ഒരു ഷെയ്ഖ് ഫാമിലി എന്ന് പറയാം, ഒരു പ്രമാദമായ ഭരണസാന്നിധ്യം വഹിക്കുന്ന കുടുംബത്തിലെ ഒരു ഉന്നത ഉദ്യോഗസ്ഥൻ്റെ ഭാര്യയോട് അപമര്യാദയായി പെരുമാറിയെന്ന കുറ്റമാണ്. ജാമ്യം കിട്ടാത്ത വകുപ്പാണ്. ആ വകുപ്പ് രാജകീയ തടവുകാരെ സൂക്ഷിച്ചിരിക്കുന്ന തടവ് അറയ്ക്കകത്ത് അവനെ ഇട്ടിരിക്കുക. ഒരിക്കലും ഇനി വെളിച്ചം കാണുകയില്ല. ആ ജയിലിനകത്ത് ജയിൽ വസ്ത്രം ധരിച്ച് കിടക്കുന്ന നിഷ്കളങ്കനായ യോസേപ്പിനെ കണ്ട് ഞാൻ സൂക്ഷിച്ചു നോക്കുമ്പോൾ, ആ ഇരുമ്പഴികൾക്ക് പുറത്ത്, എനിക്ക് ശ്രദ്ധിച്ച് കേൾക്കണം, ആ ഇരുമ്പഴികൾക്ക് പുറത്ത് എൻ്റെ ദൈവം ഇരിക്കുന്നു. ഞാൻ പറഞ്ഞല്ലോ, പിക്ചറൈസ് ചെയ്ത് കാണുക ഞാനത്. ദൈവം ഇരിക്കുന്നു, കാരാഗ്രഹത്തിന് വെളിയിൽ ദൈവം ഇരിക്കുന്നു. ഞാൻ ദൈവത്തോട് ചോദിച്ചു, അങ്ങനെ എവിടെ ഇരിക്കുന്നേ? ഈ ജയിൽ പുള്ളിയുടെ വാതുക്കെ. ദൈവം എന്നോട് പറഞ്ഞു, ഞാൻ ഇവനെയും കൊണ്ടേ പോവുള്ളൂ. കാരണം ഇവൻ്റെ മേൽ കിടക്കുന്നത് എപ്പൻഗേലിയോനാണ്. അത് തലേ കൈവച്ച് കിട്ടിയതല്ല, ഇവന് ഞാൻ സ്വപ്നത്തിലൂടെ കൊടുത്തിരിക്കുക 2 എപ്പൻഗേലിയോൻ. അത് ഇവൻ്റെ മേൽ കിടക്കുന്നിടത്തോളം കാലം ഞാൻ ഇവനെ തനിച്ചാക്കത്തില്ല. ഞാൻ ഇവനോട് കൂടെ ഇരിക്കും. ചില ദിവസങ്ങൾ കഴിയുമ്പോൾ ഇത് മാറും. പാസ്റ്റർ തുടക്കത്തിൽ എനിക്ക് സമയം തരുന്നതിനേക്കാൾ തൊട്ടു മുമ്പ് പറഞ്ഞ വാക്കുകൾ നിങ്ങൾ കേട്ടോന്നറിയില്ല. സാന്നിധ്യത്തിനകത്ത് 6 കൊല്ലം കൊണ്ട് നടക്കേണ്ടത് 6 മണിക്കൂർ കൊണ്ട് ദൈവം നടത്തിയിരിക്കും.
സ്തോത്ര ഹല്ലേലൂയ. ദൈവം കാവലിരുന്നാൽ, ദൈവം നിന്റെ വിഷയത്തിന് മുമ്പിലിരുന്നാൽ, ദൈവം നിന്റെ ഇരുമ്പഴികൾക്ക് മുമ്പിലിരുന്നാൽ, ശത്രുവിന്റെ പ്രതീക്ഷയെ പൊട്ടിച്ചോണ്ട്, നിന്റെ കരിന്താഴികൾ പൊട്ടിച്ചോണ്ട് നിന്നെ പുറത്തു കൊണ്ടുവരുവാൻ ദൈവത്തിന് കഴിയും. വിശ്വസിച്ച് സ്തോത്രം ചെയ്യ. എപ്പൻഗേലിയോൻ അതാരുടെ മേലുണ്ടോ അവരെ കാരാഗ്രഹത്തിനോ കൽത്തുറങ്കിനോ കള്ളസാക്ഷികൾക്കോ കള്ളക്കേസുകൾക്കോ ഒന്നിനും ഒതുക്കാൻ പറ്റില്ലെന്ന് എപ്പൻഗേലിയോൻ. ഒരു തെളിവോടെ പറയാം. നമ്മുടെ പത്രോസ് യോഹന്നാന്റെ സുവിശേഷത്തിന്റെ അവസാനത്തെ അധ്യായം, വലയും പടകും എടുത്തുകൊണ്ട് യേശുക്രിസ്തു മരിച്ചു എന്നറിഞ്ഞപ്പോൾ വേറെ 5-6 പേരെയും കൂടി കൂട്ടുപിടിച്ച് നേരെ മീൻ പിടിക്കാൻ പോയി. രാവിലെ പറഞ്ഞല്ലോ, കത്തിക്കാതെ ഇറങ്ങി വന്ന കക്ഷിയാണ് പുള്ളി. ഈ വലയും പടകും എടുത്തുകൊണ്ട് പുള്ളി പോയി. സ്തോത്രം. വേറെ യോഹന്നാൻ, നഥനയേൽ തുടങ്ങിയ പ്രമുഖരായ ചിലരും കൂടെ പോയി. അങ്ങനെ ഞാൻ വിചാരിക്കുന്നു ചുമ്മാ ടൈം പാസിന് വേണ്ടി പോയതല്ല, ജീവിക്കാൻ വേണ്ടി സുവിശേഷ വേല നിർത്തിപ്പോയതാ. അങ്ങനെ രാത്രി മുഴുവൻ വീശിയിട്ടൊന്നും കിട്ടാതെ, സ്തോത്രം, അവിടെ കിടന്ന് പെരളുമ്പോൾ ഞാൻ ആ ഭാഗത്ത് സൂക്ഷിച്ചു നോക്കുമ്പോൾ കൊച്ചു വെളുപ്പാങ്കാലത്ത് സൂര്യൻ ഉദിച്ചു വരുന്നതിനേക്കാൾ, മാളെ തിരിച്ചറിയുന്നതിനേക്കാൾ മുമ്പ് തിബ്രിയാസ് കടൽ തീരത്ത് രാവിലെ വെല്ലുമ്മച്ചിമാർ കൊച്ചുമക്കൾക്ക് ആഹാരം ഒരുക്കി കൊടുക്കാൻ വെച്ചിരിക്കുന്നത് പോലെ കനലിൽ ചുട്ട ബ്രേക്ക്ഫാസ്റ്റുമായിട്ട് കർത്താവ് നിൽക്കുന്നു. എന്നെ ഞെട്ടിപ്പിച്ചു പ്രിയപ്പെട്ടവരെ. ആശ്ചര്യപ്പെട്ടു. എന്നെ ഭയങ്കരമായിട്ട് കരയിപ്പിച്ചു ഈ സംഭവങ്ങൾ. ഞാൻ കർത്താവിനോട് ചോദിച്ചു, ഉയർത്തെഴുന്നേറ്റിട്ട് സ്തോത്രം ഭയങ്കര ബിസി ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ദിവസം, വെളുപ്പാങ്കാലത്ത് അങ്ങേക്ക് എവിടെ നീ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടാക്കാൻ കിട്ടി? ഇതെല്ലാം കനലിൽ ചുട്ട് ചൂടാറാതെ മരം കൊച്ചുന്ന തണുപ്പത്ത് മധ്യപൂർവ്വദേശത്ത് ഈ ഐസ് വെള്ളത്തിൽ മുങ്ങി താഴുന്ന ഇവർക്ക് വേണ്ടി യേശു കാവൽ നിൽക്കുക. ഞാൻ കർത്താവിനോട് ചോദിച്ചു, വെളുപ്പാങ്കാലത്ത് തന്നെ പരിപാടി? കർത്താവ് പറഞ്ഞു, പത്രോസ് വെള്ളത്തിൽ കിടക്കുക, അവനെ തിരിച്ച് കയറ്റി എങ്ങനെയും കൊണ്ടുപോകണം. ഞാൻ പറഞ്ഞു, കർത്താവിന് വേറെ പണിയൊന്നുമില്ല, ഇവനിപ്പോൾ എത്രാമത്തെ പ്രാവശ്യം ഈ പണി കാണിക്കുന്നത്? 2 വർഷം മുമ്പ് തീ കാഞ്ഞുകൊണ്ടിരുന്ന പറഞ്ഞു, ഞാനിവനെ അറിയുന്നില്ലെന്ന് പ്രാഗി ആണിയിട്ട് പറഞ്ഞു. അപ്പോൾ കർത്താവ് ശരിക്കും തുറച്ചു നോക്കിയപ്പോൾ പെൺപിള്ളേരെ പോലെ കരഞ്ഞുകൊണ്ട് മഹാപുരോഹിതൻ്റെ അരമനയുടെ തൂണെ കെട്ടിപ്പിടിച്ചുകൊണ്ട് വന്ന് കരഞ്ഞു. ആ കരച്ചിൽ ഞാൻ ഓർത്തു മാനസാന്തരാന്നും പറഞ്ഞ് കുറേ നാളത് മാനസാന്തരാന്ന് പ്രസംഗിച്ചുകൊണ്ട് നടന്ന് ഞാൻ. പിന്നെ മനസ്സിലായ വെറും കളിപ്പീരാന്ന്. കാരണം അത് മാനസാന്തരം ആയിരുന്നെങ്കിൽ 2 ദിവസം കഴിഞ്ഞപ്പോൾ ഈ പണി കാണിക്കൂ? നിങ്ങൾക്ക് ഒന്നിനെക്കുറിച്ച് അഭിപ്രായം ഇല്ലെന്ന് തോന്നുന്നു. കാരണം ഞങ്ങളുടെ ഭാഷ നിങ്ങളെ പ്രസംഗിക്കാൻ വിളിച്ചു, ഫ്ലക്സയിൽ ഫോട്ടോയും വെച്ച്, ഇനി നിങ്ങൾ വന്ന് ചോദ്യം ചോദിക്കുകയോ ഉത്തരം പറയുകയോ എന്തെങ്കിലും കാണിച്ചോ എന്നുള്ള ആ ട്യൂണിലിരിക്കുകയാണോ നിങ്ങൾ? അല്ലല്ലോ. 2 വർഷം മുമ്പ് ചെയ്തത് മാനസാന്തരം. പുള്ളിയുടെ മനസ്സിനകത്ത് പിന്നെയും പിടിവിട്ട് കിടക്കുക. പിന്നെ ഈ പടകും മലകെടുത്തുകൊണ്ട് പോവുക. ഇതിനു മുമ്പ് പല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അപ്പം ഞാൻ കർത്താവിനോട് പറഞ്ഞു, കർത്താവിന് ഇതുപോലത്തെ 100 പത്രോസിനെ കിട്ടിയല്ലേ, എന്തിനാ ഇവൻ്റെ പുറകെ പിന്നെയും നടക്കുന്നേ? കർത്താവ് എന്നോട് ഒരു ഗ്രാൻഡ് മദറിൻ്റെ, ചില വല്യമ്മച്ചിമാരെ നമുക്കറിയാം, കൊച്ചുമക്കളെയൊക്കെ ചിലപ്പോൾ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടാലും അവനെ അപ്പൻ തല്ലിയാലും അമ്മച്ചി ചേർത്ത് പിടിച്ചിട്ട് തലയിൽ കൂടെയൊക്കെ വിരൽ ഓടിച്ചിട്ട് പറയും, പൊന്നുമോൻ കരയണ്ട, നീ ഇച്ചോടെ നന്നാവടാ, അതുകൊണ്ടല്ലേ അപ്പം നിന്നെ തല്ലുന്നതെന്നൊക്കെ പറഞ്ഞ് അമ്മച്ചിമാർക്കറിയാം. എന്നതുപോലെ കർത്താവ് ഇവനെ ചേർത്ത് പിടിക്കുക. യേശു എന്നോട് പറഞ്ഞു, നിനക്കങ്ങനെ പറയാം, നീ മലയാളിയല്ലേ, ഞാൻ യേശുവാണ്. എന്നോട് പറഞ്ഞു, അവൻ്റെ മേലൊരു എപ്പൻഗേലിയോൻ കിടക്കുന്നുണ്ട്. സ്തോത്രം. ഞാൻ അവനെ കണ്ട വലയും പടകും വിടുമ്പോൾ ഞാൻ അവനോട് പറഞ്ഞു, നീ എൻ്റെ കൂടെ വാ, ഞാൻ നിനക്കൊരു ജോലി തരാന്നല്ല, ഞാൻ നിന്നെ മനുഷ്യനെ പിടിക്കുന്നവനാക്കാം. അതൊരു എപ്പൻഗേലിയോനാണ്. അത് അവൻ്റെ മേൽ കിടക്കുന്നിടത്തോളം കാലം ഇനി അവൻ എത്ര കുതറിപ്പോയാലും എനിക്കവന് വിടാൻ പറ്റില്ല. എനിക്കിവനെ കൊണ്ട് പോയേ പറ്റൂ. കടലിൽ നിന്ന് കയറി വന്ന പത്രോസിന് വയറ് നിറച്ച ആഹാരം കൊടുത്തു. മോനെ എന്ന് വിളിച്ചു.
അടുക്കലിരുത്തി അവനെ അലക്കുകല്ലെ തുണി കഴുകുന്നത് പോലെ തല്ലി കഴുകി കരയിപ്പിച്ച് മാനസാന്തരപ്പെടുത്തി. യേശു പറഞ്ഞു, ഡാ നീ എൻ്റെ കുഞ്ഞാടുകളെ മേയ്ക്കണം. ആ വാക്ക് കണ്ടോ? നീ മീൻ പിടിക്കാൻ പോകരുത്. 1000 പേര് പോയാലും എനിക്ക് വിഷയമില്ല, നീ പോകരുത്. നീ എൻ്റെ കുഞ്ഞാടുകളെ മേയ്ക്കണം. നിന്റെ എപ്പൻഗേലിയോനാണത്. സ്തോത്രം. ഇടയൻ ശുശ്രൂഷ എന്നത് ഒരു ചെറിയ കാര്യം എല്ലാവരെ കൊണ്ടും പറ്റിയല്ല. യേശു കണ്ടുവെച്ചത്, സ്തോത്രം, ഹല്ലേലൂയ, വേദികളിൽ നിന്ന് വേദിയിലേക്ക് ഓടാനല്ല, നീ എൻ്റെ കുഞ്ഞാടുകളെ മേയ്ക്കാനാണ്. അതിന് ഞാൻ കണ്ടതിൽ നിന്നെ പോലത്തെ ഒരാൾ വേറെ ഇല്ല. അതിന് നിന്റെ മേൽ കിടക്കുന്ന എപ്പൻഗേലിയോനാണ്. എമ്മൗസിലേക്ക് പോയ ശിഷ്യന്മാരുടെ പുറകെ യേശു നടക്കുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ? അവിടെ ഞാൻ ചോദിച്ചു, 11 കിലോമീറ്റർ ദൂരമാണ് നടന്നത്. ഞാൻ പറഞ്ഞു, എന്തിന് ഈ സ്തോത്രം, അങ്ങയുടെ ദൗത്യമെല്ലാം പൂർത്തീകരിച്ച് ക്രൂശിലെല്ലാം തികച്ചവനല്ലേ, ടെറ്റലസ്റ്റായി എന്ന് പറഞ്ഞ് പോയവനല്ലേ, പിന്നെ എന്തിനാ ചെരിപ്പിടാത്ത കാലുമായിട്ട് ഇപ്പോൾ സ്തോത്രം ഇവരുടെ പുറകെ എമ്മൗസ് വരെ 11 കിലോമീറ്റർ നടക്കുന്നത്? നേരെ യേശു എന്നോട് പറഞ്ഞു, ഇവരുടെ മേലെ എപ്പൻഗേലിയോൻ കിടക്കുന്നുണ്ട്, ഇവരെ തിരിച്ചുവിടാൻ പറ്റില്ല. ഞാൻ പറഞ്ഞു നിർത്തട്ടെ. ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ എത്രയുണ്ടെങ്കിലും നീ കുതറി മാറിയാൽ നിന്റെ പുറകിൽ നിന്ന് അവൻ മാറിയല്ല, നിന്റെ വീട്ടിൽ നിന്ന് അവൻ പോയല്ല, നിന്നെ കൊണ്ടേ പോകത്തുള്ളൂ. നീ എവിടെ പോയാലും അവിടെ വരും. നീ രാജ്യം വിട്ടുപോയാലും നിന്നെ മടക്കിക്കൊണ്ടുവരുവാൻ എൻ്റെ ദൈവം അവിടെ വന്ന് നിന്നെ കൊണ്ട് ചെയ്യിപ്പിക്കുമെന്ന് പറഞ്ഞത് ചെയ്യിപ്പിച്ചിരിക്കും. അത്രയ്ക്ക് കഴിവുള്ളവനാ കർത്താവ്. ഞാൻ അവസാനിപ്പിക്കുക. നമുക്കൊന്ന് എഴുന്നേറ്റ് നിൽക്കാം. ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിൽക്കാം. നീ പറയാനുള്ള സബ് ടൈറ്റിൽസുകളൊന്നും പറയുന്നില്ല. നിങ്ങൾക്ക് കാര്യം പിടികിട്ടി കാണും. ഈ മുമ്പിൽ നിൽക്കുന്ന കുഞ്ഞുങ്ങളടക്കം എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് പറയാം, ഈ മാർഗത്തിൽ വന്നതുകൊണ്ട് എന്ത് കിട്ടിയെന്ന് ചോദിച്ചാൽ, മക്കളെ നിങ്ങൾ പറയണം, എൻ്റെ മേലൊരു ആ വാക്ക് മറക്കരുത്, എപ്പൻഗേലിയോൻ. സ്തോത്രം, എപ്പൻഗേലിയോൻ. നീ എപ്പോൾ നോക്കിയാലും കാണാവുന്ന പാകത്തിന് നീ എഴുതി വെക്കണം. ഇടയ്ക്കിടയ്ക്ക് പറയണം. എന്തെങ്കിലും പരാജയം വരുമ്പോൾ ഉടനെ നിരാശപ്പെട്ടു പോകരുത്. പെട്ടെന്ന് വേദപുസ്തകം താത്തി വെക്കരുത്. സ്തോത്രം. തോൽവികൾ വരാം, ചിലർ കുറ്റം പറയാം, ചിലർ ഒറ്റപ്പെടുത്താം, ചിലർ നിൻ്റെ കാലെ കയറി ചവിട്ടാം, ചിലർ നിന്നെ ഇല്ലാതാക്കാം, ഇറക്കിവിടാൻ നോക്കിയേക്കാം, പ്രകോപനം ഉണ്ടാക്കിയേക്കാം. അപ്പോഴെല്ലാം ഓർത്തോളണം, എപ്പൻഗേലിയോൻ അതെൻ്റെ മേൽ കിടക്കുന്നിടത്തോളം കാലം ഞാൻ ഒരിക്കലും നഷ്ടമാകില്ല. കണ്ണടച്ച് എല്ലാവരും പ്രാർത്ഥിച്ചേ. ഈ സഭയ്ക്ക് മീതെ ആരെങ്കിലും വന്ന് പറഞ്ഞ കുറേ വാഗ്ദാനങ്ങളല്ല, ദൈവത്തിൻ്റെ എപ്പൻഗേലിയോനാണ്. അതുകൊണ്ട് ഇവിടേക്ക് വഴികൾ വരും. ഇത് പട്ടണം പോലെയാകും. ഇത് പാസ്റ്റർ വളരെ ഗൗരവത്തോടെ എഴുതി വെച്ചോ. ദൈവമായ കർത്താവ് വരാൻ താമസിച്ചാൽ, ആയുസ്സും ആരോഗ്യം തന്നാൽ നമ്മൾ ഇനിയും കാണും വിവിധ വേദികളിൽ, വിവിധ രാജ്യങ്ങളിൽ വെച്ച്. അന്ന് ഈ പറയുന്ന വാക്ക് പരിശുദ്ധാത്മാവിൽ പറയാം.